ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം സൃഷ്ടാവും സംരക്ഷകനുമായ നമ്മുടെ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന കാര്യവും പറയുന്ന കാര്യവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അതിലൂടെയെല്ലാം വലിയ പ്രതിഫലം നേടിയെടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയത്തിലാണ് ഇൻഷാ അല്ലാഹ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് എല്ലായിടത്തും അസമാധാനങ്ങളാണ് കാണുന്നത്. സമാധാനക്കേടുകൾ പല കാരണങ്ങൾ കൊണ്ട് വീടുകളിൽ, നാടുകളിൽ, മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിലെല്ലാം സമാധാനം തെരഞ്ഞു നടക്കുകയാണ് മനുഷ്യന്മാര്. സമാധാനമില്ല. രാജ്യത്തിന്റെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല നിയമങ്ങളും അവിടെ ജീവിക്കാൻ കഴിയുമോ നിർഭയത്വമായി എന്നുള്ള ആശങ്കകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഇടയിൽ നിർഭയത്വമായ ജീവിതത്തിന് എന്താണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മുടെ നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്ന, അള്ളാൻ റസൂല് പഠിപ്പിച്ചു തന്ന തൗഹീദ് ശരിയായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ടി വരില്ല. ആദ്യം നമുക്ക് അത്തരമൊരു ചരിത്രത്തിലെ ഒരു രംഗം നമുക്കൊന്ന് നോക്കാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഫിർഔന്റെ മുമ്പിൽ വടി നിലത്തിടുകയും വടി പാമ്പാവുകയും ചെയ്തു. ആ പാമ്പാകുന്ന സമയത്ത് ഫിർഔൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു ജാലവിദ്യ മാത്രമാണ്, ഇതൊരു ജാലവിദ്യയാണ്, ഇതിനേക്കാൾ വലിയ മാജിക്കുകാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാജിക്കിന്റെ ഡേറ്റ് നിശ്ചയിച്ചു, അതിന്റെ മത്സരം തീരുമാനിച്ചു, ഡേറ്റ് നിശ്ചയിച്ചു, എല്ലാവരും ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ആരാദ്യം ഇടുക? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ ഇട്ടോളൂ. ആ ആളുകൾ നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. വടിയിട്ടു, അവരുടെ വടി പാമ്പ് പോലെ ഇഴയുന്നതായി പോയി. മൂസാ നബി അലൈഹി സ്വലാം, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ പേടി തോന്നി എന്നാണ്. അദ്ദേഹത്തിന് പേടിയായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മൂസ പേടിക്കണ്ട, വടിയിട്ടോ. നീ പേടിക്കേണ്ട ആവശ്യമില്ല. മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ടു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ആ ജാലവിദ്യക്കാരുടെ വടികളെ മുഴുവൻ, അത് പാമ്പായി മാറി, ജാലവിദ്യക്കാരുടെ വടികളെ പാമ്പായി മാറിയതിനെ മുഴുവൻ വിഴുങ്ങി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ഈ ജാലവിദ്യക്കാർക്ക് മനസ്സിലായാണ്, ഇത് ലൊട്ടിലൊടുക്ക് തരികിട പരിപാടി ഒന്നല്ല, ഇത് ഒറിജിനലാണ്. അവരാ നിമിഷം പ്രഖ്യാപിച്ചു, തൗഹീദ് സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഫിർഔനിന്റെ ആ മുമ്പിൽ വെച്ച് ഫിർഔൻ കൊണ്ടുവന്ന ആളുകൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങള് ഹാറൂനിന്റെയും മൂസയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ സമയത്ത് ഫിർഔൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളെ ഞാൻ കൊല്ലും, കുരിശിൽ തറച്ച് കൊല്ലും, കൈകാലുകൾ എതിരായി വിച്ഛേദിക്കും. അന്നേരം ജാലവിദ്യക്കാര് പറയണേ, ഞാൻ പറഞ്ഞത് തൗഹീദ് ഉള്ളിൽ കണ്ടിറങ്ങിയ പിന്നെ നമുക്കൊരു പേടി ഉണ്ടാവില്ല, നിർഭയത്വം ഉണ്ടാവും. അതിന്റെ തെളിവാ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ആ സമയത്ത് ജാലവിദ്യക്കാര് പറയാ, ഫിർഔനെ ജനക്ക് എന്താ ചെയ്തു, ഈ സൗകര്യമുള്ളണ്ട് കാട്ടിക്കോ. അല്ലെ, സൗദി അറേബ്യയിലൊക്കെ ജീവിച്ച ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു പദം ഉണ്ടല്ലോ, എന്താണ് ഹല്ലി വല്ലി എന്നറിയില്ല, എന്താ കാട്ടിക്കോ, ഒരു പ്രശ്നമില്ല. നിന്റെ വിധി എന്ന് പറഞ്ഞാൽ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, നിന്റെ വിധി ഇവിടല്ലേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് ഒരു ബേജാറേ ഇല്ല. ഇതാണ് ഉള്ളിക്ക് തൗഹീദ് ഇറങ്ങിയുള്ള മാറ്റം. ഒന്നും പേടി ഉണ്ടാവില്ല. ഒരാളെയും ഒന്നിനെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പേടി ഉണ്ടാവുകയില്ല. അവിടെ നിർഭയത്വമായ ഒരു ജീവിതം നമ്മൾക്ക് കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ആ നിർഭയത്വം നൽകണം, ആ സമാധാന ജീവിതം നൽകണം. അല്ലെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി ഇത്തരം പരിപാടി? ചില ആൾക്കാരൊക്കെ ചോദിക്കണ ചോദ്യം,
ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പരിപാടി നടക്കുന്നുണ്ട്, എല്ലായിടത്തും പരിപാടി നടക്കുക. അതിന്റെ അടിയിലൊക്കെ വരുന്ന കമന്റാ, എന്തിനാ ഇപ്പൊ വെറുതെ കുറെ സമയം ചെലവഴിക്കുന്നത്, എന്തിനാ അതിന് നിൽക്കുന്നത്, ആൾക്കാർക്ക് ഓല കാര്യമായിട്ട് നടന്നാ പോരെ. സഹോദരന്മാരെ, ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം, യാതൊരു സംശയം വേണ്ട, ഇതൊരു ജീവകാരുണ്യ പ്രവർത്തന. ഒരു ബൈക്ക് സ്റ്റാൻഡ് തട്ടാതെ പോകുമ്പോ വിളിക്കും നമ്മള്, ആൾക്കാർ കേൾക്കുന്നുണ്ടോ, ഇത്ര ഉറക്കനെ ഞാൻ തൊള്ളട്ട, അങ്ങാടിയിൽ ആൾക്കാർ നോക്കൂലേ, ഒന്നും നോക്കൂലേ, ഏയ് ബൈക്ക് സ്റ്റാൻഡ് തട്ടിയില്ല. അതെന്താ? അതൊരു ജീവകാരുണ്യാണ്. ഒരു കുട്ടി ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി റോട്ടുമ്മക്ക് എഴഞ്ഞു പോകുന്നത് നമ്മൾ കാണുക. നമ്മൾ ബൈക്കുമ്പോ പോവാണ്, കാറുമ്പോ പോവാണെങ്കിലും അവിടെ നമ്മൾ കാറ് സൈഡാക്കി നിർത്തി വേഗം ഓടി വന്ന് റോട്ടുമെന്ന് എടുക്കും. അതെന്താ? അതൊരു ജീവകാരുണ്യ പ്രവർത്തന. എന്ത് അതിന്റെ കാര്യം എന്താ? അതിന്റെ ശേഷം എന്താ സംഭവിക്കാനുള്ളത് നമുക്കറിയാം. ആ കുട്ടി എഴഞ്ഞു വന്നാൽ റോട്ടുമ്മക്ക് എത്തിയാൽ എന്താ പറ്റും നമുക്കറിയാം. ബൈക്ക് സ്റ്റാൻഡ് തട്ടാതെ പോയാൽ, അത് വീണാൽ എന്താ പറ്റുക നമുക്കറിയാം. ആ അപകടം അറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ഒരേ പിന്നാലെ പോവാ. എന്നാൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഭൂമി എല്ലാം ഒരുക്കി തന്നു. വായും വെള്ളം എല്ലാം നമുക്ക് ഒരുക്കി തന്നു. മനുഷ്യനെ എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠനാക്കി, അവന് തിരിച്ചറിയുവാനുള്ള കഴിവ് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. അവിടെ ആ പരലോകത്ത് എന്റെ സ്വർഗത്തിലേക്ക് എത്തുവാൻ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നീ ചെയ്യേണ്ടത് എന്നെ മാത്രം ആരാധിക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങളെ എല്ലാം, ജിന്നുകളെയും മനുഷ്യരെയും പടച്ചത് അല്ലാഹുവിനെ ആരാധിക്കാനാണ്. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഡോക്ടറാകാം, എഞ്ചിനീയർ ആക്കാം, മക്കളെ എന്തുമാക്കാം, പക്ഷെ ഒന്നാമത്തെ ലക്ഷ്യം അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു സൽപുത്രനാക്കാൻ നമ്മൾ മക്കളെ പരിശ്രമിക്കണം, ഏത് കാര്യത്തിലും. അങ്ങനെ നമ്മൾക്കൊരു ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഒന്ന് കെട്ടിമറിഞ്ഞ് വീണാൽ എപ്പോഴാ അറിയില്ല, മരണം എന്തൊക്കെ രൂപത്തിലാ മരണം വരുന്നത്. 2-3 ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 ആഴ്ചകളിലായി നമ്മൾ കേട്ട മരണത്തിന്റെ വാർത്തകൾ എന്തെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ മരണം സംഭവിക്കുക. ആക്സിഡന്റുകൾ, നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് ടൂർ പോയതാ, തമാശകൾ, കളികൾ, ചിരികൾ, ആസ്വാദനങ്ങൾ, അതിനെ മുറിച്ചിട്ട് എന്ത് ചെയ്തു? മരണം കടന്നു വരികയാണ്, അല്ലെ? അതുപോലെ തന്നെ പടക്കത്തിന്റെ ഒരു ഭാഗം അത് ഉണ്ടാക്കണോട് തീ പിടിച്ച് എത്ര മനുഷ്യന്മാർ മരിച്ചു, എത്ര ആളുകൾ ആ പാമ്പ് കടിയേറ്റ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കണേ. ആകസ്മികമായ മരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുറവായിരുന്നു എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. ആകസ്മികമായ മരണങ്ങൾ ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. ഒന്നും ഒരുങ്ങണ്ട സഹോദരന്മാര്. എപ്പോഴാ ഇത് പോവുക എന്നറിയില്ല, എപ്പോഴാ തിരിച്ചു വിളിക്കുക എന്നറിയില്ല. ഇതിനൊന്നും ഒരു കാരണം പറയാനില്ല, ഇതിനൊന്നും ഒരു സമയം പ്രത്യേകിച്ചില്ല. ഇന്ന സമയത്ത് മരിക്കും, തിരിച്ചു വിളിക്കും എന്ന് പറയാനില്ല. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, സ്നേഹിതൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന്റെ മകൻ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു, 2 ദിവസം മുമ്പ്. അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം മക്കളുമായി കാണിക്കുന്ന റിലേഷൻ ഉണ്ട്, ഭയങ്കരമായ മിംഗ്ലിംഗ് ആണ് അവര് കുടുംബമായിട്ടുള്ളത്. ബാത്റൂമിൽ കയറി കുളിച്ച് പുറത്തിറങ്ങി യൂണിഫോം മാറ്റാൻ വേണ്ടി അകത്ത് കയറിയതാ. ചായ കുടിക്കാൻ ആളെ കാണാഞ്ഞപ്പോ ഉമ്മ പോയി വെക്കുമ്പോ ബോധം കെട്ട് കിടക്കുക. പിന്നെ അവിടുന്ന് നീച്ചിട്ടില്ല. വെറും 15 വയസ്സുള്ള ഒരു കുട്ടി. അത്ര ആയുസ് അള്ള തീരുമാനിച്ചിട്ടുള്ളൂ. നമ്മളെന്താ ഇവിടെ എത്തി? നമ്മളെ ആയുസ് അള്ള തീരുമാനിച്ചോടത്ത് എത്തിയില്ല. അത് നമ്മക്കറിയില്ല. എല്ലാവരുടെയും ക്രമ നമ്പർ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ ക്രമ നമ്പർ നമുക്ക് അറിയില്ല. എല്ലാവരുടെയും സമയം തീരുമാനിച്ചിട്ടുണ്ട്, അത് എപ്പോഴാന്ന് നമുക്കറിയില്ല. എങ്ങനെയാന്ന് അള്ള തീരുമാനിച്ചിട്ടുണ്ട്, നമ്മക്കറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാം റെഡിയാണ് സഹോദരന്മാർ, എല്ലാം റെഡിയാണ്. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആൾക്കാർ നമ്മളെ കൂടെ നടക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യാനുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ 6 അടി കട്ടിലേറ്റി 6 അടി മണ്ണിലേക്കുള്ള യാത്രയിൽ കൂടെ വരാനുള്ള മനുഷ്യർ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ആ മയ്യത്ത് കട്ടിലിൽ, ആ പള്ളിയിൽ ഇറക്കി വെച്ച് മയ്യത്ത് നമസ്കരിക്കാനുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കണ്ണീരോടുകൂടി 3 പിടി മണ്ണും വാരിയിട്ട് മടങ്ങാനുള്ള ആൾക്കാർ ഓരോ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. നമ്മളൊന്ന് മരിച്ചു കൊടുത്താൽ ചെയ്യാനുള്ളതൊക്കെ അവര് ചെയ്യും, ഒന്നിനൊരു താമസം ഉണ്ടാവില്ല. റെഡിയാകാത്തതാരാ? അത് നമ്മളാണ്. എന്താ നമ്മളെ കയ്യിലുള്ളത്? ഇപ്പൊ റബ്ബങ്ങ് തിരിച്ചു വിളിച്ചാൽ, നെഞ്ഞത്തൊരു വേദന വന്നാൽ, ബൈക്കൊന്ന് നെഞ്ചിറങ്ങിയാൽ, നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവർ ഒന്ന് മയങ്ങിപ്പോയാൽ, അല്ലെ, ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടാൽ, ബാത്റൂമിൽ ഒന്ന് വഴുതി വീണാൽ, ചിലപ്പോ പിന്നെ പേര് മയ്യത്ത് എന്നാകും. എന്താ ഉള്ളത് സഹോദരന്മാർ? എന്താ നമ്മളെ കയ്യിലുള്ളത്? അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കണം.
എന്നിട്ട് അള്ളാനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഏതേത് ഘട്ടങ്ങളിലും റബ്ബിനോട് മാത്രം പറയുന്ന സലഫികളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കണ്ടിട്ടില്ല, ഒരു കൽബിനും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും സുഖ സൗകര്യങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ആ സ്വർഗത്തിലേക്ക് എത്തുക, അതിലേക്ക് എത്തിക്കുക. നരകോ, അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നരകത്തിന്. നരകത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല അത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞതാണ്. ഈ നരകത്തുനിന്ന് ഒരു മുഅ്മിനെ രക്ഷപ്പെടുത്തി ആ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പണിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈ ദഅവ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിർഭയത്വമായ, അതിന് തൗഹീദ് ഉണ്ടാകണം. ആ തൗഹീദ് ഉണ്ടാകുമ്പോഴാ നിർഭയത്വമായ ഒരു ജീവിതം നമുക്കുണ്ടാവുള്ളൂ. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി ഇതൊന്നും ഇല്ലാതായി നോക്കണം. അപ്പറിയാ നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കുക. എത്രയോ നാടുകൾ ഒന്ന് മുസ്ലിം ആയതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ഇന്ത്യയിലുണ്ട് അല്ലെ? മറ്റേ ഡൽഹിയിലെ, ഗുജറാത്തിലെ ഗല്ലികളിൽ മുസ്ലിം സമൂഹം നേരിടുന്ന എത്രയെത്ര പീഡനങ്ങൾ. നമുക്ക് അതില്ല. അതുകൊണ്ട് ഈ നിർഭയത്വത്തിന്റെ വില ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല വല്ലാതൊന്നും. അതങ്ങോട്ട് ഇല്ലാതായി നോക്കണം. അപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ആ നിർഭയത്വമുള്ള ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതിനെല്ലാ രംഗത്തും വേണം. മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകണം, കുടുംബരംഗത്തിൽ ഉണ്ടാകണം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ നിർഭയത്വം ഉണ്ടാകണം. ആ നിർഭയത്വം ഉണ്ടാകാനുള്ള വഴികളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ആൾക്കാർ നിർഭയത്വം തേടിയാണ്ട് വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിക്കുക. ചില ആൾക്കാര് പേടി, സമാധാനമൊക്കെ തേടിയിട്ട് പേടിയില്ലാതാകണം, സമാധാനം ഉണ്ടാകണം, പോണത് അങ്ങട്ടാ ലഹരിന്റെ പിന്നാലെയാണ്. ചില ആൾക്കാർ പോണ അങ്ങട്ടാ, അവർക്ക് ഒരിക്കലും സമാധാനം അല്ല കിട്ടുന്നത്. ചില ആൾക്കാർ പോണത് ദീന് വേണ്ട, ദീനിന്റെ നിയമങ്ങളാണ് ഈ പ്രശ്നമൊക്കെ. അതുകൊണ്ട് ലിബറലിസം, അതുപോലെ തന്നെ മതം വേണ്ട, മതം വിടുക. മതം വിട്ടാല് ഒരു പേടി ഉണ്ടാവില്ല, അവർക്ക് തോന്നിയേരി ജീവിക്കുക. മൂന്നാമത്തെ ഒരു വിഭാഗം ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആത്മഹത്യകളിൽ അഭയം തേടുക. ഇവിടെ ഒന്നും സമാധാനം ഉണ്ടാവില്ല, ഇവിടെയൊന്നും പരിഹാരം ഉണ്ടാവുകയില്ല, ഇവിടെയൊന്നും ഭയത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. അത് പറയേണ്ടത് മനുഷ്യനെ പടച്ച അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ആ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലൈസൽ ഗിന അനിൻ നഫ്സ്, അല്ലാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ലൈസൽ ഗിന, ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അൻകസറത്തിൽ അർള്, ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ കിട്ടലൊന്നല്ല. നല്ല വാഹനം ഉണ്ടായി, നല്ല വീടുണ്ടായി, നല്ല സാമ്പത്തികം ഉണ്ടായി, നല്ല സുഖ സൗകര്യങ്ങളുള്ള ജീവിതം ഉണ്ടായി, അതൊന്നും അല്ല ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ. മറിച്ച് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വലാകിന്നൽ ഐന, അല്ലാഹു റസൂൽ പറയാ, ഐനൻ നഫ്സ്, മനസ്സിന് ഇങ്ങനെ ഒരു സമാധാനം കിട്ടണം, മനസ്സിന് സമാധാനം ഉണ്ടാകണം. 100 ഉറുപ്പ്യുള്ളൂ, വൈകുന്നേരം 500 ഉറുപ്പ്യക്ക് വാങ്ങി, 500 ഉറുപ്പ്യക്ക് പണിയെടുത്ത് വാങ്ങി വീട്ടിലേക്ക് ചെന്ന് ഭാര്യന്റെയും മക്കളെയും ഒപ്പരം സമാധാനമായിട്ട് കഴിയാൻ കഴിയുന്നുണ്ടോ? അതാണ് സഹോദരന്മാരെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ. 10,000 ഉറുപ്പ്യ ദിവസം കിട്ടുന്നുണ്ട്, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ദിവസം വരുമാനമുണ്ട്, പക്ഷെ മനസ്സിന് റാഹത്തില്ലെങ്കിലോ, ഒരു തൃപ്തി ഇല്ലെങ്കിലോ ആ പൈസ കൊണ്ട് എന്താ ഫലം നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഇതുണ്ടല്ലോ മനസ്സിന്റെ സമാധാനം, അത് കിട്ടേണ്ടത്, അത് നൽകേണ്ടത് അല്ലാഹുവാണ്. അത് എവിടുന്ന കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരാ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സുകൾ ശാന്തമാകണോ, മനസ്സുകൾ പേടിയില്ലാത്തതാകണോ, മനസ്സുകൾ നിർഭയത്വം നിറഞ്ഞതാകണോ? അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തത ഉണ്ടാകുന്നത് അത് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അള്ളാഹിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങുമ്പോഴാണ്, അള്ളാഹു നിശ്ചയിച്ച ജീവിതത്തിലേക്ക് മടങ്ങുമ്പോഴാണ്, അവന്റെ മാർഗത്തിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാണ് എവിടെ സമാധാനത്തിലുള്ള മാർഗം. അല്ലദീന ആമനു, വിശ്വാസികൾക്കാണ് സമാധാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിളുൽമ്,
അവരുടെ ഈമാനിൽ ദുൽമ കലർത്താത്ത മനുഷ്യർ, അവരുടെ ഈമാനിൽ അക്രമം കലർത്താത്ത മനുഷ്യർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു സന്മാർഗം സിദ്ധിച്ചത്. ആർക്കാ നിർഭയത്തുള്ളത്? വിശ്വാസത്തിൽ ദുൽമ കലർത്താത്ത മനുഷ്യർ. വിശ്വാസത്തിൽ ദുൽമ കലരരുത്. സഹാബികൾ പേടിച്ചു. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബികൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിക്കുക, റസൂലെ, ദുൽമ പറ്റിപ്പോവൂലേ? അക്രമങ്ങൾ ഉണ്ടാവൂലേ? മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദുൽമ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അപ്പൊ തെറ്റ് ചെയ്തു പോവൂലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ല അള്ളാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ ഉദ്ദേശിച്ച ദുൽമല്ല അവിടെ. അവിടുത്തെ ദുൽമേതാ? ഇന്ന ശിർക ലദുൽമുൻ അളീം. അവിടുത്തെ ദുൽമേതാ? ശിർക്കാണ്. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ സമാധാനം നഷ്ടപ്പെടും. ആൾക്കാർ സമാധാനം തേടി പോണത് ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, പുണ്യപുഷ്പങ്ങളിലേക്ക്, പുണ്യമരങ്ങളിലേക്ക് ആളുകൾ ചെല്ലുക. പക്ഷെ അവിടെ സമാധാനം ഉണ്ടാവില്ല. മറിച്ച് അള്ളാഹുൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുലുള്ള വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരുന്നാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് ആ സമാധാനം കിട്ടണോ, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കാം. തൗഹീദിന്റെ വക്താക്കളായി ജീവിതത്തിന്റെ അങ്ങേ എല്ലാ ഘട്ടത്തിലും അവര് നിർവഹിക്കുക. എന്നിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടും അവര് സമാധാനത്തിന് ജീവിച്ചു, ഭയമില്ലാതെ ജീവിച്ചു, പേടില്ലാതെ ജീവിച്ചു. ചരിത്രത്തിലെ ഒട്ടനേകം രംഗങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും, അല്ലെ? അത് മാത്രല്ല, പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, വിശ്വാസികളായ ആളുകൾ ഇന്ന് നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിന്റെ നേരക്ക് മറ്റുള്ള സമുദായങ്ങൾ എന്താ പറയാ, റസൂലുള്ള പറഞ്ഞല്ലോ, പിശുക്കന്റെ ഭക്ഷണത്തളികയിലേക്ക് മറ്റുള്ളവർ ആർത്തിയോടുകൂടി വരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ നേർക്ക് വരും. നമ്മൾ കാണില്ലേ, എല്ലാത്തിനും മുസ്ലിങ്ങളെ പേരാ, അല്ലെ? ഒരു ചങ്ങായി തൊള്ള തുറന്നവനക്ക് പറയാനുള്ള മുസ്ലിം വിദ്വേഷമാണ്. ഒരു നല്ല വാക്ക്, ഒരുപാട് മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോഴും ഒരു നല്ല വാക്ക് പറയണില്ല, ഒരു ആശംസ വാക്ക് പറയില്ല. പക്ഷേ അതിന് പകരം എപ്പോഴും വിദ്വേഷം മാത്രം. പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് എന്താണോ വരിക, അതിന്റെ അപ്പുറത്തേക്കുള്ളതാ വരുന്നത്. ഇത്രയും വൃത്തികെട്ട സംസാരം മുസ്ലിം ഉമ്മത്തിന്റെ നേരക്ക്. മുസ്ലിം പേരുണ്ടായാൽ കഴിഞ്ഞു, പിന്നെ ഓന് ഇസ്ലാമിനായിട്ട് ഒരു ബന്ധുവില്ലെങ്കിലും ഓൻ തീവ്രവാദിയാ. ഇങ്ങനെ വരും. ഇത് റസൂൽ പറഞ്ഞതാണ്. അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ നേർക്ക് പിശുക്കന്റെ ഭക്ഷണത്തളികയിലേക്ക്, പിശുക്കന്റെ ഭക്ഷണത്തളികയിലേക്ക് എങ്ങനെ ചെല്ലുക? ഓനോട് എപ്പോഴെങ്കിലും കിട്ടുമ്പോ നല്ല അടിച്ചോളി, എല്ലാരും പാഞ്ഞല്ലും. അതുപോലെ എന്റെ ഉമ്മത്തിന്റെ നേർക്ക് ആളുകൾ വരുന്നൊരു കാലം വരാനുണ്ട്. ഇത് റസൂലുള്ള പറഞ്ഞതാ. അതാണ് നമ്മൾ കാണുന്നത്. അവിടെ എന്താ നമുക്ക് ഇതൊന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നുണ്ട്. അതും തൗഹീദ് ഉണ്ടാകുക തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, വഅദല്ലാഹുൽ ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്താ പറഞ്ഞറിയോ? ഒന്ന്, വഅദല്ലാഹ്, അല്ലാഹ് വാക്ക് തരികയാണ്, അള്ളാഹു വാഗ്ദാനം ചെയ്യാണ്. എന്താ വാഗ്ദാനം ചെയ്യണത്? അല്ലദീന ആമനു, വിശ്വസിച്ച ആൾക്കാർക്ക്, വിശ്വാസികളായ ആളുകൾക്ക്, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്നവർക്ക്, വിശ്വാസം സ്വീകരിച്ചു അതിനനുസരിച്ചുള്ള സൽക്കർമ്മം ഉണ്ടായി എങ്കിൽ അവർക്ക് അല്ലാഹു ചില കാര്യങ്ങൾ വാഗ്ദാനം നൽകുക. എന്താ വാഗ്ദാനം എന്നറിയോ? ഒന്നാമത്തത്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, അവർക്ക് ഭൂമിയിൽ അല്ലാഹു അധികാരം നൽകും. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഭൂമിയിൽ അല്ലാഹു പ്രാതിനിധ്യം നൽകും. എങ്ങനെയാ? ഫിൽ അർള് കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം കൊടുത്തതുപോലെ, അധികാരം കൊടുത്തതുപോലെ അവർക്ക് അല്ലാഹു അധികാരം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, രണ്ടാമത്തെ കാര്യം, അവന്റെ ദീനനുസരിച്ച് പേടി കൂടാതെ തൃപ്തിയോടുകൂടി അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യും.
മുസ്ലിം ആയതിന്റെ പേരിൽ പേടിക്കേണ്ടി വരില്ല, മുസ്ലിം ആയതിന്റെ പേരിൽ ബേജാറാകേണ്ടി വരില്ല, നമസ്കാരത്തിന് പോകുമ്പോൾ ഒളിഞ്ഞും പാത്തും പോകേണ്ടി വരില്ല. അവനക്ക് അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവന്റെ പേടിക്ക് ശേഷം പേടിക്കുന്ന ഒരു കാലഘട്ടം അവനുണ്ടായിരുന്നു, ബേജാറുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം അവന് അമ്ന് നൽകും, നിർഭയത്വം നൽകും. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അധികാരം നൽകാം, ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകാം, പേടിക്ക് ശേഷം നിർഭയത്വം നൽകാം. പക്ഷേ എന്ത് വേണം, എന്താ ചെയ്യേണ്ടത്? അതിന് അള്ളാഹു ചില കണ്ടീഷൻ ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അതെന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. യഅ്ബുദൂനനി, എന്നെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അങ്ങനെ തയ്യാറുണ്ടോ? ഇത് നിങ്ങൾക്ക് തരാന്നാ പറഞ്ഞേ. അങ്ങനെ തയ്യാറുള്ള ഒരു കൗമ് വന്നപ്പോ അള്ളാഹ് അവർക്ക് അധികാരം കൊടുത്തു. ആലോചിച്ച് നോക്കി, മക്കത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തേനി? റസൂലുള്ള വരുന്നതിന്റെ മുമ്പ് കാട്ടറബികളായിരുന്ന മനുഷ്യർ, ആട് മേയ്ക്കാൻ മാത്രം അറിഞ്ഞിരുന്ന, ഒട്ടകത്തിന്റെ കയറിനും വേണ്ടി യുദ്ധം ചെയ്യാൻ അറിഞ്ഞിരുന്ന, ഗോത്രവഴക്കുകളുടെ പേരിൽ യുദ്ധം ചെയ്യാൻ അറിഞ്ഞിരുന്ന, അതിന് മാത്രം തയ്യാറായിരുന്ന, മദ്യത്തിനും പെണ്ണിനും കള്ളിനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ഒരു കൗമ്. ആ കൗമിലേക്കാ റസൂൽ ഇറങ്ങണത്, ആ കൗമിലേക്കാ ഖുർആൻ ഇറങ്ങണത്, ആ കൗമിലേക്കാ തൗഹീദിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നത്. ആ കൗമിനോടാ പറഞ്ഞത്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി, നിങ്ങൾക്ക് ജയിക്കാൻ. നമ്മൾ ചൊല്ലുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജയിക്കണില്ല അല്ലേ? അവര് ആ കൗം ഒന്നിച്ചു നിന്നു. അതിന് വഅതസിമു ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബ്ലിൽ അവർ മുറുകെ പിടിച്ചു, അവർ ഉറച്ചു നിന്നു. അതുകൊണ്ട് എന്തായി? അവരെ അള്ളാഹു വിജയിപ്പിച്ചു, അവര് നാട് ഭരിച്ചു, അവര് വലിയ പരിശുദ്ധ ഖുർആൻ ഇറങ്ങണ സമയത്ത് അവരെ കുറിച്ച് പറഞ്ഞ എന്താ? ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടതാ, അവര് 3 W's ആയിരുന്നു എന്നാ. വാർ ആൻഡ് വൈൻ ആൻഡ് വുമൺ. അവര് പെണ്ണിനും യുദ്ധത്തിനും മദ്യത്തിനും അടിമകളായിരുന്ന മനുഷ്യർ അല്ലെ. അവര് ചരിത്രത്തിൽ കാണാ, എന്താ പറയാ, ഒരു ഗോത്രക്കാരന്റെ ഒട്ടകം മറ്റൊരു ഗോത്രക്കാരന്റെ തൊടിയിന്ന് പുല്ല് തിന്നതിന് 10 കൊല്ലം യുദ്ധം നടന്നു. ഒരു ഒട്ടകം വേറൊരു ഗോത്രക്കാരന്റെ തൊടിയിന്ന് പുല്ല് തിന്നു, അതിന് 10 കൊല്ലം യുദ്ധം നടന്നൊരു സമൂഹം. ആ സമൂഹത്തിലേക്ക് ഖുർആൻ ഇറങ്ങി. എന്നിട്ട് അവരെ സംസ്കരിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതവര് ചൊല്ലി തുഫ്ലിഹു, അവരെ വിജയിപ്പിച്ചു. അവസാനം എവിടെത്തി അല്ലേ? യർമൂക്ക് യുദ്ധം ഇങ്ങനെ നടക്കുക. യുദ്ധം നടന്നു, യുദ്ധം കഴിഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കോപ്പ വെള്ളമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോ ഇക്രിമ റളിയല്ലാഹു ഉണ്ട്, എനിക്ക് വെള്ളം വേണം. വെള്ളം കൊണ്ടുകൊടുത്തു. വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോ തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു സഹാബി ഉണ്ട്, വെള്ളത്തിന് ചോദിക്കുന്നു. ഇക്രിമ റളിയല്ലാഹു പറഞ്ഞു, ഓനതാ വെള്ളത്തിന് ചോദിക്കണം, ഓനക്ക് കൊടുക്ക്. ആ സഹാബിന്റെ അടുക്കലെത്തുമ്പോ തൊട്ടപ്പുറത്ത് കുറച്ചകലെ മറ്റൊരു സഹാബി വെള്ളത്തിന് ചോദിക്കണേ. ആ സഹാബി അറിയാ, ഇന്നെക്കാളും ആവശ്യം ഓനക്കാണ്, ഓനക്ക് കൊടുക്ക്. അവിടെ കൊണ്ടുകൊടുത്തു. അവിടെ എത്തിയപ്പോ അയാൾ മരണപ്പെട്ടു. തിരിച്ച് ആ 2ാമത്തെ ആളുടെ അടുക്കൽ വന്നപ്പോ അദ്ദേഹം മരണപ്പെട്ടു. തിരിച്ച് 1ാമത്തെ സഹാബിയുടെ അടുക്കലെത്തിയപ്പോ അദ്ദേഹവും മരണപ്പെട്ടു. ഒരു കോപ്പ വെള്ളം പിടിച്ച് ആ സഹാബി ഇങ്ങനെ നിൽക്കുന്ന രംഗണ്ട് ചരിത്രത്തിൽ. ഒരു ഒട്ടകത്തിന്റെ കയറ്, അല്ലെങ്കിൽ ഒരു ഒട്ടകം മറ്റൊരുത്തന്റെ തൊടിയിൽ നിന്നും പുല്ലു തിന്നതിന് 10 വർഷം നീണ്ടു നിന്ന യുദ്ധം ചെയ്ത ആളുകൾ മരിക്കുന്ന സമയത്ത് കിട്ടിയ കുടിനീര് പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ മാത്രം അവരെ പ്രാപ്തരാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമായിരുന്നു സഹോദരന്മാർ. അതാണ് തുഫ്ലിഹു എന്ന് പറഞ്ഞാൽ, അതാണ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ. അവരോടാണ്, ഏറ്റവും മോശപ്പെട്ട ആ ജനതയോടാ റസൂൽ പറഞ്ഞത്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹം. മാറ്റിയായിരുന്നു റസൂൽ, മാറ്റിങ്ങോട്ട് എടുക്കായിരുന്നു റസൂൽ അല്ലെ. ഇങ്ങനെ അവരെ മാറ്റിയപ്പോ അവർക്ക് അധികാരം ഉണ്ടായി, തൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഉണ്ടായി. ഉമർ ഖത്താബിന്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായി. വിദേശത്തുനിന്ന് ഒരു പേടിയും കൂടാതെ നാട്ടിലേക്ക്, ഈ രാജ്യത്തിലേക്ക് വരാൻ കഴിയുന്ന നിർഭയത്തുള്ള അവസ്ഥ ഉണ്ടായി. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ തയ്യാറുണ്ടോ? അള്ളാഹനെ മാത്രം ആരാധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്ക് അധികാരം നൽകും. കിട്ടിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അധികാരം? സിറിയ അല്ലെ, ഹിർക്കൽ രാജാവ് പ്രഖ്യാപിക്കാണ്, സലാമുൻ അലൈക യാ സൂര്യ. ഓടിപ്പോയി. സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന അടിമയായ ഒരു യുവ നേതാവിന്റെ കീഴിൽ അവിടത്തേക്ക് സൈന്യം ചെന്നപ്പോ തടുക്കാൻ കഴിഞ്ഞില്ല. ഹിർക്കൽ എന്ന് പറയുന്ന വലിയ ഭരണാധികാരിക്ക്. റുസ്തം ഓടിപ്പോയി.
എല്ലാവരും നാട് വിട്ടുപോയി. ഇസ്ലാമിന്റെ കീഴിൽ അവർ വന്നു. അള്ളാഹ് പറയാ അധികാരം നൽകും, നിർഭയത്വം നൽകും, പിന്നെയോ ഭയത്തിന് ശേഷം അമ്ന് നൽകും, നിർഭയത്വം നൽകും, ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകും. എന്താ വേണ്ടത്? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആളുകളായി നമ്മൾ മാറിയാൽ അവിടെ അള്ളാഹു നമുക്ക് ആ നിർഭയത്വം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നമ്മൾ തയ്യാറാണ്. ഏത് ഘട്ടത്തിലും നമ്മൾ മുവഹിദുകളാണ്, മുജാഹിദുകളാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാ, കിതാബ് തൗഹീദിൽ അദ്ദേഹം പറയാണ്, ആളുകൾ ശിർക്കിലേക്ക് പോകാനുള്ള ഒരു കാരണം മാരകമായ പരീക്ഷണമാണ്. മാരകമായ പരീക്ഷണങ്ങൾ. ഒരു മോൻ ആക്സിഡന്റ് ആയി, അതൊക്കെ ഒന്ന് കഴിഞ്ഞ് റെഡിയായപ്പോ രണ്ടാമത്തെ മോക്ക് ഒരു പരിക്കെത്തി, അതാണ്ട് കഴിഞ്ഞ് റെഡിയായപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അതൊന്ന് റെഡി ആയിട്ട് വന്നപ്പോ കച്ചവടം പൊളിഞ്ഞു, അതാണ്ട് റെഡിയായപ്പോ പെണ്ണേക്ക് ഒരു അസുഖം, അസുഖം ഉണ്ടായി. ഇങ്ങനെ പിന്നാലെ പിന്നാലെ കണ്ട് വരുമ്പോഴേ ചില ആൾക്കാരൊക്കെ പറയും, എന്താ ഇപ്പൊ നിസ്കരിച്ച് നോമ്പൂറ്റ് ദീനനുസരിച്ച് നടന്നിട്ട് ഇക്കാണല്ലത്. അവിടെയാണ് പേക്കുക, അവിടെയാണ് ശൈത്താൻ കളിക്കുക. ഉറച്ചു നിൽക്കണം. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും, ഈ പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും എനിക്ക് തന്ന എന്റെ റബ്ബ് തന്നെയാണ് എനിക്കതിനുള്ള പരിഹാരമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിജയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി വാങ്ങി അല്ലെ, ഇന്നിപ്പോ എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ജാറാണ്. വണ്ടി വാങ്ങിയാൽ വണ്ടി കൊണ്ടുപോകേണ്ടത് പൊന്നാനിക്കാണ്. എന്നോട് ഒരാൾ പറഞ്ഞു, അവർ വണ്ടി എടുത്തപ്പോ എന്നോട് പറഞ്ഞു ആദ്യം പൊന്നാനി കൊണ്ടുപോകണം. ആയിക്കോട്ടെ പറഞ്ഞു. പൊന്നാനി കൊണ്ടുപോയാലാണ് അവിടെയാണ് അതിന്റെ സ്പെഷ്യലൈസ്ഡ്. വേറെ അസുഖങ്ങൾക്കുള്ള മറ്റേ എവിടെയാണ്, മടവൂരവലിയാണ്. ഭയങ്കര കുഴപ്പം വേറെ ഉള്ളതാണ്. ഇവിടെ നമ്മളെ ചെമ്മാട്ടങ്ങാടിയുള്ള വേറെ ഉള്ളതാണ്. ഒക്കത്തിനും സ്പെഷ്യലൈസ്ഡ് ആണ് ഇപ്പോ. ഈ ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, പുണ്യപുഷ്പങ്ങളിലേക്ക് ആൾക്കാർ തിരിയാണ്. ഇന്ന് ആളുകൾ അതിന്റെ പിന്നാലെയാണ്. എന്തോ ഒരു പ്രയാസം വരുമ്പോ അല്ലെ, നമ്മളൊരു വണ്ടി എടുത്ത ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു വണ്ടി എടുത്ത ആൾക്കാർ പറയും, നമ്മൾ പറയും വലിയ വർത്താനൊക്കെ ഒരിച്ചുമുണ്ടാന്ന്, നമ്മൾ മുജാഹിദാണ്, കാലത്ര കാലം ഞാൻ കേമലുവിന്റെ കാലത്ത് മുജാഹിദായത്. കാരണം ഈ മാഞ്ഞാളത്തിനൊന്നും നമ്മളെ കിട്ടൂല. 4 ദിവസം കഴിഞ്ഞ് വണ്ടി ആക്സിഡന്റ് ആയി. അപ്പൊ ഈ ചങ്ങായി രണ്ടാമത് വരും, അല്ല എന്നോട് എന്നാൾ പറഞ്ഞില്ലേ ഇവൻ കൊണ്ടുപോയിക്കുക. നമ്മൾ പറയാ അതൊക്കെ റോട്ടുമ്മക്ക് വണ്ടി ഇറങ്ങി ആക്സിഡന്റ് ആയി, ഉണ്ടാന്ന. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ആക്സിഡന്റ് ആയി. അത് അതിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ പറ്റി. ഒന്ന് കിടന്ന് നീച്ചരുമ്പോ പിന്നെയും പറയും ഇവൻ പൊയ്ക്കവിടുന്ന് കയറി. എപ്പോഴും 4ാമത്തെ തവണ ആക്സിഡന്റ് ആകുമ്പോൾ ഇങ്ങനെ മനസ്സ് തോന്നുക, അല്ല നീ പറഞ്ഞതിൽ എന്തുണ്ടോ കഴിഞ്ഞ്. ഇതാണ് ശിർക്ക് വരികയെന്ന് പറഞ്ഞത്. ഉള്ളിൽ കണ്ട് കയറും സഹോദരന്മാര്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, കറുത്ത പാറക്കെട്ടിലേക്ക് കറുത്ത ഉറുമ്പ് കടക്കുന്നത് പോലെ ശിർക്ക് കടന്നു തരും. എന്താ നമുക്ക് സംശയം? നമ്മൾ പറയും നമ്മൾ 150 ക്യാരറ്റാണ്, നമ്മള് തീരങ്ങാടിക്കാരെ ഒന്ന് തൗഹീദ് എടുപ്പിക്കുക. അങ്ങനൊന്നുമില്ല. തൗഹീദ് നിന്ന് തെറ്റിപ്പോകാൻ നിമിഷങ്ങൾ മതിയാകും. ശക്തമായ നമ്മൾ ഇതിന്റെ കൂടെ അങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ തെറിച്ചു പോകും സഹോദരന്മാര്. ശക്തമായ 2 പ്രവാചകന്മാർ നിരന്തരം ദഅവത്ത് നടത്തിയ ഒരു സമുദായം ഉണ്ടായിരുന്നു. ആരാ? ഇസ്രായേൽ സമുദായം. മൂസാ നബി, ഹാറൂൻ നബിയും. ആ സമുദായത്തിൽ നിന്ന് 40 ദിവസത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയി. എന്താ ഉണ്ടായത് അവിടെ? സാമിരി വന്നു, പശുക്കുട്ടിനെ ഉണ്ടാക്കി, പശുക്കുട്ടി ഒച്ച ഉണ്ടാക്കി, ശിർക്ക് ചെയ്തു. ആ സമുദായം ഏതാ സമുദായം? ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയ സമുദായമാണത്. ചെങ്കടൽ പിളർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി കൊടുത്തു അവരെ. അവർക്ക് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞു. രാവിലെ നീച്ച് വരുമ്പോ പെരന്റെ മുന്നിൽ മഞ്ഞ് സൽവി കിടക്കുക, ഭക്ഷണം കിടക്കുക, പണിക്കൊണ്ട. രാവിലെ എണീറ്റ് വരുമ്പോ മുറ്റത്ത് പ്രഭാതത്തിൽ, ഹദീസിൽ കാണാ, പ്രഭാതങ്ങളിൽ സുബഹിന്റെ സമയത്ത് മഞ്ഞ് സൽവി പെരലെത്തിണ്ടാവും. ആരാ ഉണ്ടായിച്ചറിയോ? അറിയില്ല. ഭയങ്കര വെയിലാന്ന് പറഞ്ഞു, മേഘം ഇങ്ങനെ കൂടെ നടക്കാൻ തുടങ്ങി. അള്ളാഹ് കൊടുത്ത നിയമത്തെ ആലോചിച്ച് നോക്കി സഹോദരന്മാർ. വെയില് പറഞ്ഞപ്പോ മേഘം ഇങ്ങനെ കൂടെ നടന്നു. വെള്ളമില്ല എന്ന് പറഞ്ഞു, ഒരു കല്ലിലടിക്കാൻ പറഞ്ഞു. 12 നീരുറവകൾ, 12 ഗോത്രത്തുങ്ങള് 12 നീരുറവ ഉണ്ടാക്കി കൊടുത്തു. അള്ളാന്റെ അനുഗ്രഹങ്ങൾ കണ്ടറിഞ്ഞവർ, അനുഭവിച്ചവർ, ആസ്വദിച്ചവർ. 2 ശക്തമായ ദഅവത്ത് ഇങ്ങനെ നടക്കണേന്റെ ഇടയിൽ നിന്ന് ഒരാളൊന്നാണ്ട് മാറി ഒന്ന് കുറച്ചാണ്ട് കുറഞ്ഞപ്പോ അവരിൽ ശിർക്ക് വന്നു. നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഞാനൊന്നും അതിലേക്ക് പോകില്ല എന്ന് എന്ത് കണ്ടിട്ടാ നമ്മൾ പറയാ? എത്ര മനുഷ്യർ ഇതൊന്ന് തെറ്റിപ്പോയ ആൾക്കാരുണ്ട് അല്ലേ? യർമുഖിതല, റോമിലേക്ക് യുദ്ധത്തിന് പോണ ഒരു സഹാബി ഉണ്ടായിരുന്നു. യുദ്ധത്തിന് ഇങ്ങനെ പോവാണ്, സഹാബിയായിരുന്ന മനുഷ്യൻ. ആ യുദ്ധത്തിന് പോകുമ്പോ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ മൂപ്പര് ഞാൻ യുദ്ധത്തിന് ഇല്ല എന്ന് പറഞ്ഞ അവളെ കൂടെ പോയി. പിന്നീട് അവളെ കല്യാണം കഴിച്ചു. അവള് വേറെ മതക്കാരിയായിരുന്നു, അവളെ കല്യാണം കഴിച്ചു. ഇസ്ലാം അതൊക്കെ വലിച്ചെറിഞ്ഞു. ഹാഫിളായിരുന്നു ഈ മനുഷ്യൻ. സഹാബികൾ പിന്നീട് അദ്ദേഹത്തെ കണ്ടു. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ?
ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? റുബമാ യവദ്ദുൽ ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ആ ഒരു ആയത്ത് ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മറന്നാണ് ഹാഫിള്. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? കാഫിറുകൾ ആഗ്രഹിച്ചു പോയി ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിലെന്ന്. ചിലപ്പൊക്കെ കാഫിറുകൾ ആഗ്രഹിക്കും. ഇത് ഇയാളെ മനസ്സിലുള്ള ആഗ്രഹം, പക്ഷെ കടക്കാൻ കഴിയൂല. പുറത്തിറങ്ങിയാലേ കുറച്ച് പണി അതിന്റെ. അതുകൊണ്ട് ഉറച്ചു നിൽക്കണം സഹോദരന്മാരെ. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. പക്ഷെ നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ജാറങ്ങളുടെ മുമ്പിലാ. മൃഗാണോ എന്നറിയില്ല, മനുഷ്യനാണോ എന്നറിയില്ല, കൊന്നുകുഴിച്ചിട്ടാണോ എന്നറിയില്ല. പുതുവന്നാനി ജാറത്തിന്റെ അവസ്ഥ അതിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം. ഊരും പേരറിയില്ല, മഷഹൂറും കുറവില്ല, ബഹുമാനിയരൊക്കെ പെറ്റ നാട് എന്നാ പറയാ. ഊരും പേരും ഒന്നും അറിയില്ല, മഷഹൂറിന് കുറവില്ല. കാരണം എന്താ? ഉമ്മർഖാലിയും വലിയ ഉമ്മർഖാലിയും അതുപോലെ തന്നെ കുഞ്ഞി മുഹമ്മദ് ഷഹീദോരൊക്കെ വന്ന നാടാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഊരും പേരിനും കുറവില്ല. റസൂലിലെ അബൂജഹൽ ഇവിടെ പറ്റാ? റസൂൽ എവിടെ ഉണ്ടായതാ? അല്ലെ? എന്നിട്ട് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. ആ അബൂലഹബ് ആരതാ? റസൂലുള്ളാഹിന്റെ കുടുംബം. ഇവിടെ എന്താ കാര്യം ഉണ്ടായി? എന്നിട്ട് നമ്മളെ നാട്ടുകാരെ പൊട്ടീസാക്കുക, നമ്മളെ ആൾക്കാര് സാധുക്കള്. എന്റെ കുടുംബത്തിൽ ഒരാൾ വണ്ടി എടുത്ത് ആദ്യം പോണ അങ്ങട്ടാ. മൂപ്പരാനോട് പറഞ്ഞേ അവിടെ പോയി 5 രൂപേന്റെ ചരട് കെട്ടിയാൽ എല്ലാം കഴിഞ്ഞു, പിന്നെ സമാധാനായി റാത്തായി നടക്കാം, ഉറങ്ങി വണ്ടി ഇടാന്ന് പറഞ്ഞു എന്നോട്. ആ അപ്പോഴും മൂപ്പര് നോക്കിക്കോളും പറഞ്ഞു. ഇത്രയും അന്ധവിശ്വാസം പേറി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം. തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു ആൾക്കാരുടെ നമ്മൾ ജീവിക്കുന്നത്. ജാറങ്ങളാണ്, മക്ബറകളാണ്, പുണ്യപുഷ്പങ്ങളാണ്. അതിന്റെ പിന്നാലെയാണ് പോണത്. മരിക്കണ സമയത്ത് നമ്മളെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരുടെ കബറിടങ്ങൾ ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. അത് നമ്മളെ കുടുംബത്തിൽ ചെയ്യണ പണി. കബറിടങ്ങൾ ആരാധനാലയങ്ങളെ ആക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത് ഒഴിവാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വന്നാൽ തുഫ്ലിഹു, നമുക്ക് വിജയിക്കാൻ കഴിയും. അവിടെ നമുക്ക് സമാധാനം ഉണ്ടാവും. മാത്രല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്ട് ഉറച്ചു നിന്നാലേ അള്ളാഹ് കൂടെ നിൽക്കും. ചരിത്രത്തിലെ എത്രയെത്ര ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം അല്ലെ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ 1 മാസമാണ് അവര് തീക്കുണ്ടാരൊരുക്കിയെന്നാണ് സൂറത്തുൽ അംബിയാന്റെ തഫ്സീറിൽ വായിക്കുക. 1 മാസം എടുത്തു ഇബ്രാഹിം നബിനെ എറിയാനുള്ള തീക്കുണ്ടാരൊരുക്കാൻ. എല്ലാവരും വിറക് നേർച്ച ചെയ്തു. എന്റെ കുട്ടീന്റെ അസുഖം മാറാൻ ഇബ്രാഹിമിനെ കത്തിക്കണ തീയിലേക്ക് 1 കെട്ട് വിറക് നേർച്ച. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറാണ്. ഇങ്ങനെ നേർച്ച നേർന്നു. എന്നിട്ട് അവര് വലിയ തീക്കുണ്ടാരുണ്ടാക്കി, അത് ആളി കത്തിച്ചു. അവസാന മിനിറ്റ് വരെ അള്ളാഹ് പരീക്ഷിക്കുന്നുള്ളതിന്റെ തെളിവാണത്. നമ്മളെ നോക്കും സഹോദരന്മാര്, പടച്ചോ നോക്കും. രോഗങ്ങൾ തരും, പരീക്ഷണങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. ഉറച്ചു നിൽക്കണ്ടോ? വെറുതെ ഒന്നും സ്വർഗത്ത് പോകാൻ കഴിയൂലെന്ന് കുറച്ചൊക്കെ പണി ഉണ്ടാവും. ഇബ്രാഹിം നബിനെ അവസാന മിനിറ്റ് വരെ നോക്കി. ആളി കത്തിച്ചു, അള്ളാന്റെ സഹായത്തില. വിറക് കൊണ്ടുവരുന്നുണ്ട്, അള്ളാന്റെ സഹായത്തില. അല്ലെ? ഓരോ സമയത്തും പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങളുമായി വന്നു, അള്ളാന്റെ സഹായത്തിനില്ല. അവസാനം അള്ളാന്റെ സഹായം എപ്പോഴാ എത്തുന്നത്? തീയിലേക്ക് വലിച്ചെറിഞ്ഞു. കുല്യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പായി കൊടുക്കണം, ശാന്തിയായി കൊടുക്കണം. ഇതാണ് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ. മഹാനായ മുഹമ്മദ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് രോഗമുണ്ട് അള്ളാഹ് മാറ്റിക്കോളും, പെര കിടന്നുറങ്ങല്ല. ചെയ്യാനുള്ളത് ചെയ്യണം. നല്ല ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം, ചികിത്സിക്കണം. ബാക്കി തവക്കൽ അള്ളാഹ് കൊടുക്കണം. തലച്ചോറ് കയറിയാലോ ആലോചിക്കണ്ടെന്നാ പറഞ്ഞേ. വാതിലടക്കിയ കുറ്റിയിടുക, വാതിൽ ചവിട്ടി പൊളിച്ച് കയറിയാലോ ആലോചിക്കണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് എന്താ ചെയ്യാനുള്ളത് ആ സേഫ്റ്റി നമ്മൾ ചെയ്യുക, ബാക്കി അള്ളാഹ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹ് കൂടെ നിൽക്കുന്ന ചരിത്രത്തിൽ രംഗം നോക്കി നിങ്ങള്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോണ രംഗണ്ട് ചരിത്രത്തിൽ. ആ ഹിജ്റ പോകുന്ന സമയത്ത് അബൂബക്കർലാന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അബൂബക്കർലാനോട് പറഞ്ഞു, അബൂബക്കർ ഹിജ്റ പോകാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. അബൂബക്കർലാൻ പറഞ്ഞു, ഞാനും വരാം. റസൂല സമ്മതിച്ചു. ആയിഷ റളിയല്ലാഹു പറയാ, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് കരയി നിൽക്കുക എന്നാ മനസ്സിലായത്. അബൂബക്കർലാന് കരഞ്ഞു കേട്ടപ്പോ എന്റെ കൂടെ പോരും പറഞ്ഞപ്പോ. അങ്ങനെ അവര് ചെയ്യുന്ന പ്ലാന് നോക്കി നിങ്ങള്. ഇത് നമുക്ക് ആവശ്യമാണ്. ദീനിന്റെ രംഗത്ത് നമ്മളെ ബുദ്ധി കൊടുത്ത് പ്ലാനിങ് ഉണ്ടാക്കണം, തീരുമാനങ്ങൾ ഉണ്ടാക്കണം, അത് നടപ്പിൽ വരുത്തണം. അല്ലാതെ ഒക്കെ പടച്ചോൻ ചെയ്തോളൂ എന്നാണ് തവക്കൽത്തുല്ല എന്ന് പറയല്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനം വില കൊടുത്ത് വാങ്ങി.
വഴി കാണിച്ചു തരാൻ, മക്കയിൽ നിന്നും നിഗൂഢമായ വഴി കാണിച്ചു തരാൻ മുഅ്മിനല്ലാത്ത ഒരു മനുഷ്യനെ ഏർപ്പാട് ചെയ്തു. അവര് ഈ എന്താ പറയാ വിവരങ്ങൾ എത്തിച്ചു തരാൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനെ ഏൽപ്പിച്ചു. ഭക്ഷണം എത്തിച്ചു തരാൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു. ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി ഇവരെത്തിച്ചാണ്ട് ഭക്ഷണം കൊടുത്ത് തിരിച്ചു പോരുമ്പോ ഈ കാലടിപ്പാടുകൾ നോക്കിയിട്ട് ഇവരെ പിടിക്കാൻ കഴിയും. അന്നത്തെ മക്കയിലെ മുശ്രിക്കുകളുടെ പ്രത്യേകതയാണ്, കാലടിന്റെ പാട് നോക്കിയാൽ അവർ ഇത് അബ്ദുറഹ്മാന്റെ കാല, ഇത് അസ്മാന്റെ കാല, അതിനുള്ള കഴിവുണ്ടായിരുന്നു. ആ കാലടിപ്പാടുകൾ മായ്ക്കാൻ ആമിർ ഇബ്നു ഫുആറ എന്ന് പറയുന്ന ആട്ടിടയനെ ഇവരെ റസൂൽ ഏർപ്പാട് ചെയ്തു. ഇവർ ഇങ്ങനെ പോകുമ്പോ ഇവരെ പിന്നാലെ ആട്ടിയിട്ട് പോകണം, ഇവര് തിരിച്ചു വരുമ്പോ അവരെ പിന്നാലെ ആട്ടും പറ്റിയിട്ട് തിരിച്ചു വരണം. അതെല്ലാം അവർ ചെയ്തു. എന്നിട്ട് റസൂൽ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അല്ലെ, തവക്കൽത്തു അലല്ലാഹ് പറഞ്ഞ് ഇറങ്ങിപ്പോവല്ല. ശത്രുക്കൾ വീട് വളഞ്ഞു എന്നറിഞ്ഞു, അലിയാര് തങ്ങളെ വിരിപ്പിൽ കിടത്തി പുതപ്പിട്ട് മൂടി. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു തവക്കൽത്തു അലല്ലാഹ്. അതാ ചെയ്യാനുള്ളൊക്കെ ചെയ്തോളി സഹോദരൻ. എന്നിട്ടല്ല, രോഗമാണോ, നമ്മളെ പ്രിയപ്പെട്ടവര് മക്കൾക്കൊക്കെ രോഗമുണ്ടോ, നല്ലോണം ചെയ്യാനുള്ള നല്ല ഡോക്ടറെ കാണുക. ഒരാളെ കണ്ടു, രണ്ടാളെ കണ്ടു ഒക്കെ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് അവരുടെ ഒക്കെ അടുത്ത് പോയി ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നല്ല ചികിത്സ എന്താണോ ചെയ്യുക അത് ചെയ്യുക. ബാക്കി അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. ഏത് കാര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പലിശ ഹറാമോ എന്തുണ്ടോ, അത് വീട്ടാനുള്ള വഴി ആദ്യം സ്വീകരിച്ചോളി. എന്നിട്ട് അള്ളാഹിനോടാണ് പറഞ്ഞോളി. നമ്മളൊരു വഴി തേടുമ്പോ അള്ളാഹിന് വഴി കാണിച്ചു തരും. വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ. ആരാണോ തഖ്വയോട് കൂടി ജീവിക്കുന്നത് അവന് വഴി അള്ളാഹു കാണിച്ചു തരുന്ന. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അതിന്റെ തഫ്സീറിൽ പറഞ്ഞത്, അവന്റെ പ്രശ്നങ്ങളിൽ നിന്നൊരു എൻട്രൻസ് അള്ളാഹ് കൊടുക്കുന്ന, എൻട്രൻസ് പുറത്തേക്കുള്ള വഴി അള്ളാഹ് കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് ഹിജ്റ പോവുക. ഹിജ്റ പോണ സമയത്ത് ഈ ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തണില്ല. പക്ഷേ ഗുഹയിൽ റസൂൽ ഒളിച്ചിരുന്നപ്പോ ശത്രുക്കൾ എത്തി. ചെറിയ ഗുഹ, ചരിത്രത്തിൽ കാണാം. സ്വന്തം കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയും. അത്രയും ചെറിയ ഗുഹ. അബൂബക്കർ റളിയല്ലാഹു പേടിച്ചു. അബൂബക്കർ റളിയല്ലാഹു പേടിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ ശത്രുക്കൾ എത്തിയാണ്, കുടുങ്ങിട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, അബൂബക്കറെ പേടിക്കണ്ട, ലാ തഹ്സൻ, ഭയപ്പെടണ്ട. അതാണ് നമ്മളെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാക്കുന്ന നിർഭയത്താണത്. അബൂബക്കറെ ലാ തഹ്സൻ, ഭയപ്പെടണ്ട. ആ ഘട്ടാലോചിച്ച് നോക്കി. കിട്ടിയാൽ കൊന്നുകളയാൻ തയ്യാറുള്ള ഒരു സമൂഹം ഇങ്ങനെ നിൽക്കുക, ഒരു ചുറ്റും നടക്കുകയാണ്, തെരഞ്ഞു നടക്കുക. ആ സമയത്ത് റസൂലുള്ളാഹിനെ പേടിക്കണ്ട അബൂബക്കർ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, റബ്ബുണ്ട് നമ്മളെ കൂടെ, റബ്ബുണ്ട് നമ്മളെ കൂടെ. ഇതാ നമുക്ക് വരേണ്ട ബോധ്യം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടിയുള്ള ഗുണം. അതങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒന്നും പേടിയാവൂല. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ മഹത്വം. ഒരു മരത്തെയാണ് അല്ലാഹു റസൂല് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉപമിച്ചത്. നല്ല വാക്ക്, ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കിന്റെ ഉപമ ഏതാ? അതിന്റെ ഉപമ അസ്ലുഹാ സാബിത്തുൻ, അതൊരു മരമാണ്, അത് അടിവേര് ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയതാണ്. അതാകണം നമ്മൾ. അടിവേരാണ്ടിറങ്ങണം, കുലുങ്ങൂല. അറേബ്യയില് മണൽക്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും ഈത്തപ്പൻ അങ്ങനെ കുലുങ്ങാതെ പിടിച്ചിക്കല്ലോ, അതുപോലെയാകണം മുഅ്മിൻ. എന്ത് വന്നാലും എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നുള്ള പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിയണം. ഇനി അതിന് പകരം ഇതിനകത്ത് തെറ്റി വീണുപോയാലോ, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നഷ്ടാണ്. പിന്നീട് ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങൾ മുഴുവൻ പൊളിച്ച് പാളീസാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ തൗഹീദിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരാതിരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഈ ശിർക്ക് വന്നാൽ വലിയ നഷ്ടമുണ്ട് സഹോദരൻ. ശിർക്ക് വന്നാൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് നേരിടാണ്ട്. കുറെ കാര്യങ്ങൾ, ഞാൻ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഷിർക്കിന്റെ നഷ്ടങ്ങൾ മാത്രം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ വെച്ച് പണ്ഡിതന്മാർ ക്രോഡീകരിച്ച കുറെ കാര്യങ്ങളുണ്ട്. വേഗത്തിൽ പറയാം. ഷിർക്ക് ചെയ്യുന്നവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഷിർക്ക് ചെയ്താൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെ. എവിടെ പോയി കുണ്ടയിടുക എന്നറിയില്ല. പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകും, കാറ്റടിച്ചു കൊണ്ടുപോകും, ഏതെങ്കിലും പൊട്ടക്കുഴിയിൽ കുണ്ടയിടും. അതുകൊണ്ട് ഷിർക്ക് ഉണ്ടാകരുത്. ഷിർക്ക് ചെയ്യുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ്. ഷിർക്ക് ചെയ്യുന്നവർ ഇന്നമൽ മുശ്രികൂന നജസുൻ, അവർ നജസുകളാണ്. ഷിർക്ക് ചെയ്യുന്നവർ പരലോകത്ത് അവർ ഷിർക്ക് ആരെയാണോ ചെയ്തത് അവർ ഇവർക്കെതിരെ തിരിയും. ഷിർക്ക് ചെയ്താൽ പ്രാർത്ഥന ഫലിക്കപ്പെടാതെ പോകും. ആലോചിച്ച് നോക്കി. ഇന്നലെ ഹനീന് മരിച്ചപ്പോ, ഹബീബ് ഖാന്റെ മകൻ മരിച്ചപ്പോ
അവിടുത്തെ നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ പറയാണ്, അത്രയും വലിയൊരു ജനാസ നമസ്കാരം അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടില്ല. അന്ന് എവിടുന്നൊക്കെ ആൾക്കാർ വരും. ഇത് ഈ തൗഹീദിന്റെ ഗുണാണിത്. നമ്മൾ ഇതിൽ നിൽക്കുമ്പോ കിട്ടുന്ന ഒരു മാറ്റാണിത്. എവിടുന്ന ആൾക്കാർ വരുന്നതെന്ന് അറിയില്ല അല്ലേ. പരപ്പനങ്ങാടിക്കാരൻ ആത്തിഫ് ഇസ്മായിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനായിരുന്നു. ഓ മരണപ്പെട്ടെന്ന് ഞങ്ങൾ പോയപ്പോ ചിലപ്പോ മനസ്സിൽ തോന്നിയിരുന്നു, പക്ഷേ ഈ മയ്യത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലാണ് ആൾക്കാരുണ്ടായിരുന്നത്. ഇത് നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ഷിർക്ക് സംഭവിച്ചാലോ ആ പ്രാർത്ഥന ഫലപ്പെടൂല. ഏറ്റവും വലിയ നഷ്ടം എന്താ പറയുക, നമ്മളെ ഏറെ സ്നേഹിച്ച നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിന്റെ ശുപാർശ നഷ്ടപ്പെടും. ഹദീസിൽ കാണാ റസൂലുള്ള പറയാണ്, എല്ലാ പ്രവാചകന്മാർക്കും ചില പ്രാർത്ഥനകളുണ്ട്, ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള പ്രാർത്ഥനകൾ. മറ്റുള്ള പ്രവാചകന്മാർ അത് ഇവിടുന്ന് നടത്തി, ഞാൻ എന്റെ പ്രാർത്ഥനയെ മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയാ മാറ്റിവെച്ചത്? എന്റെ ഉമ്മത്തിനു വേണ്ടി യൗമുൽ ഖിയാമയിൽ അള്ളാഹിനോട് ശുപാർശ നടത്താൻ. അതാർക്കാ കിട്ടുക? ഫഹിയനായിരത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രിക് ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും എന്റെ ആ ശുപാർശ ലഭിക്കും. അതെപ്പോഴാ രംഗം? റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരലോകത്ത് വിചാരണ നടന്നു, നന്മയും തിന്മയും തൂക്കി കണക്കാക്കി. തിന്മ ചെയ്ത ആളുകൾ നരകത്തിലേക്ക് പോയി, നന്മ ചെയ്ത ആൾക്കാർ സ്വർഗത്തേക്ക് പോയി. ആ സമയത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, താങ്കൾ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോയിക്കൊള്ളുക. ഹദീസിൽ കാണാ റസൂലുള്ളാഹി സുജൂദിൽ അവിടെ കിടക്കും, ദീർഘമായ സുജൂദ, താടി രോമങ്ങൾ നനഞ്ഞു കുതിരുന്ന, അദ്ദേഹം കിടക്കുന്ന മണ്ണ് കരച്ചിലിന്റെ കാരണം കൊണ്ട് നനയുന്ന സുജൂദ് ചെയ്തു റസൂലുള്ളാഹി. അവിടെ സുജൂദ് കിടന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇർഫഅ റഅസക് യാ മുഹമ്മദ്, ഇർഫഅ റഅസക്, മുഹമ്മദേ തല ഉയർത്ത്, ചോദിക്കാനുള്ളത് ചോദിച്ചോ, ശുപാർശ നടത്താനുള്ളത് നടത്തിക്കോ, സ്വീകരിച്ചു കൊള്ളാം. റസൂലുള്ളാഹിന്റെ ഒറ്റ വാചകം എന്താ അറിയോ? ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. എന്റെ ഉമ്മത്ത് കുറെ ആൾക്കാര് നരകത്ത് പോയിന്ന് പറച്ചോനെ, അവരെ രക്ഷപ്പെടുത്തണം. അള്ളാഹുവിന്റെ മറുപടി, ഒരു ബാർലി മണിയുടെ ഈമാൻ മനസ്സുള്ള ആൾക്കാരെ ഞാൻ രക്ഷപ്പെടുത്തും, അവരെ രക്ഷപ്പെടുത്തും, എന്നിട്ട് അവരെ സ്വർഗത്തിലേക്കാക്കും. റസൂലുള്ളാഹിക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ പോകേണ്ട സമയമാണ്. റസൂലുള്ളാഹി വീണ്ടും സുജൂദിൽ കിടക്കും. മഅ്ശറ മരുഭൂമിയിൽ വെയിൽ കൊണ്ട് നമ്മുടെ നേതാവ് നമ്മൾക്കും വേണ്ടി സുജൂദിൽ കിടക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും, എന്താ വേണ്ടത്? റസൂലുള്ളാഹി പറയും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തുണ്ട്, എന്റെ ഉമ്മത്തിനിയും നരകത്തിലുണ്ട്. അള്ളാന്റെ മറുപടി, ഒരു കടുകമണിയുടെ ഈമാൻ മനസ്സുള്ള ആൾക്കാരെ ഞാൻ നരകത്തുനിന്ന് മോചിപ്പിക്കും, അവരെ മോചിപ്പിക്കും. നെഹ്റുൽ ഹയാത്ത് എന്ന നദിയിൽ മുക്കും, അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കും. റസൂലുള്ളാഹിക്ക് ജന്നാത്തുൽ ഫിർദൗസിക്ക് പോകാം. വീണ്ടും അദ്ദേഹത്തിന്റെ സ്വർഗത്തേക്ക് പോകാനുള്ള സമയമാണ്, അവിടെ സുഖിക്കേണ്ട സമയ. റസൂലുള്ളാഹി സുജൂദ് കിടക്കും. അവസാനം അള്ളാഹ് ചോദിക്കും, എന്താ വേണ്ടത്? അള്ളാന്റെ റസൂൽ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യരുണ്ട്. അതാണ് തൗഹീദിന്റെ വില, അതാണ് നിർഭയത്തുള്ള ജീവിതം. അവിടെ നമുക്ക് കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യരുണ്ടതിൽ, അവരെ മോചിപ്പിക്കണം. അള്ളാന്റെ മറുപടി എന്താ അറിയോ? വഇസ്സതിക വജലാലി ലഉഖരിജന്ന മിൻഹാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, എന്റെ പ്രതാപം തന്നെയാണ് സത്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുഴുവൻ മനുഷ്യരെയും ഞാൻ നരകത്ത് മോചിപ്പിക്കും. ആത്മാർത്ഥമായിട്ട് ചെല്ലിയണോ? അത് ജീവിതത്തിൽ ഉണ്ടായിനോ? അള്ളാഹ് മോചിപ്പിക്കും. ഇത് ഞമ്മക്ക് വേണ്ടിയാണ്. നമ്മളെ നേതാവ് കിടന്ന് ചോദിച്ചു വാങ്ങാണ്. അതാണ് ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നഷ്ടപ്പെടും സഹോദരന്മാർ. ഷിർക്ക് വന്നാൽ ഇത് നഷ്ടപ്പെടും. അതിനൊക്കെ വലിയ നഷ്ടമുണ്ടോ? അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും അള്ളാഹ് എന്നല്ലാതെ, അള്ളാഹ് നോക്കിങ്ങള് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന സൂറത്തുൽ അൻആം, എത്ര പ്രവാചകന്മാരുടെ 18 പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്തുൽ അൻആമിലുണ്ട് അല്ലേ? ഓരോ പ്രവാചകന്മാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പലതും പറയുന്നത്. ആ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. അതെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരുന്നു. ഈ 18 പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ആ സത്യവിശ്വാസികളോട് പറഞ്ഞൊരു വാചകമുണ്ട്, അവരെങ്ങാനും ഷിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞു പാളീസാവും. അതാണ് ഇതിന്റെ ഗൗരവം. അതുകൊണ്ട് നമ്മൾക്ക് നിർഭയത്വമായ ഒരു ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ച്, അള്ളാഹിനോട് പ്രാർത്ഥിച്ച്, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങളും പ്രയാസങ്ങളും പറയാ. അങ്ങനെ പറയാൻ നമ്മൾ തയ്യാറായാൽ അവിടെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുക അള്ളാഹ്ക്ക് പ്രയാസമുള്ള ഒന്നുമില്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹ്ക്ക് നമ്മളെ പ്രശ്നം, നമ്മൾ എന്തൊക്കെയാ ചെയ്യുക? ഒരു പ്രശ്നം ഉണ്ടായി,
നേരെ ഗൾഫിക്ക് വിളിച്ച് STD IST ഒക്കെ മുടക്കി ഗൾഫിക്ക് വിളിച്ച് എടാ ആകെ കുഴങ്ങിയടിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടണം. അവിടേക്ക് പറയും, നാട്ടുകാരോട് മുഴുവൻ പറയും. ഒന്ന് രാത്രി മാറിയിരുന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബേന്നൊന്ന് വിളിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അള്ളാനോട് പറഞ്ഞോളി സഹോദരന്മാർ, പ്രയാസം പ്രതിസന്ധിയും പ്രശ്നങ്ങളും അള്ളാനോട് പറഞ്ഞോളി. അള്ളാഹ് നിസ്സാരാണ്. സൂറത്ത് മറിയം നമ്മൾ പഠിക്കേണ്ട സൂറത്താ. ആദ്യത്തെ ചരിത്രം ആരുതാ? ജക്കരിയ നബിന്റെ ചരിത്രം. എന്തൊക്കെ തടസ്സങ്ങളുള്ളത്? എന്റെ തലമുടി നരകൊണ്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്, അപ്പൊ വയസ്സെത്ര ഉണ്ടാവും? എന്റെ എല്ല് വളച്ചാ പൊട്ടുന്ന കോലത്തിലെത്തിയാണ്, അപ്പൊ വയസ്സെത്ര ഉണ്ടാവും? എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്. ഫലം റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കണേൽ എനിക്ക് നിരാശയില്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കണ ചോദ്യം എന്താ? അല്ലാഹുവേ എനിക്കൊരു കുട്ടിയെ തരണം. നമ്മളെന്താ പറയാ? കാക്കാന്റെ പൂതിയെ. നല്ല സമയത്ത് ഈ പ്രായത്തെ ചോദിക്കും അല്ലേ, നമ്മൾ പറയതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക എന്റെ റബ്ബ് എനിക്ക് തരും. അല്ല പറഞ്ഞു ഒരു കുട്ടിയെ തരാം. അപ്പൊ അദ്ദേഹത്തിനുണ്ട് ഒരു അത്ഭുതം വന്നു. എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാകും? എന്റെ ഭാര്യ മച്ചിയാണ്. അള്ളാഹു അന്നേരം പറഞ്ഞൊരു വാചകണ്ട്, അള്ളാഹ്ക്കത് നിസ്സാരമാണ്. ആ പ്രായത്ത് കുട്ടിയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നിസ്സാരാണ്. അടുത്ത ചരിത്രം ആയിരുന്നാ? മറിയം ബീവിന്റെ ചരിത്ര. മറിയം ബീവിനോട് പറയാ നിനക്ക് അള്ളാഹു ഒരു കുട്ടിയെ തരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ചോദിക്കുക എനിക്ക് കുട്ടീനെ തരേ? ഫലം വലം യംസസ്നി ബശറുൻ വലം അക്കു ബഅയ്യ. ഞാനൊരു ദുർനടപ്പുകാരിയല്ല, ഞാനൊരു തോന്നിവാസിയല്ല, ഞാൻ കല്യാണം കഴിക്കാത്ത പെണ്ണാണ്, പിന്നെ എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടായ? അള്ളാന്റെ മറുപടി എന്താ? ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ. അള്ളാഹ്ക്ക് നിസ്സാരാണ്. ആൺതുണയില്ലാത്ത പെണ്ണിൽ ഒരു കുട്ടിയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നിസ്സാരാണെങ്കിൽ, വയസ്സിന്റെ അങ്ങേയറ്റത്തെത്തിയ മനുഷ്യന് ആ പ്രായത്തിലും ഒരു കുട്ടിയെ കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് നിസ്സാരാണെങ്കിൽ, നമ്മളെ പ്രശ്നം എടുത്ത് മുന്നിൽ വെച്ചോളി. ഭാര്യ 4th സ്റ്റേജിലാണ്, ക്യാൻസറിന്റെ. ഹുവ അലയ്യ ഹയ്യിനുൻ. അള്ളാഹിനോട് പറഞ്ഞോളി അള്ളാഹ്ക്ക് നിസ്സാരാണ്. സാമ്പത്തിക പ്രശ്നമുണ്ട്, ഹുവ അലയ്യ ഹയ്യിനുൻ. അള്ളാഹ്ക്ക് മുമ്പിലേക്ക് വെച്ചുകൊള്ളുക, അള്ളാഹ്ക്ക് അത് നിസ്സാരമാണ്. പിന്നെ എന്തിനാ ചോദിക്കാതിരിക്കണത്? അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യപൂർവം അള്ളാഹിനോട് പറയാ. അള്ളാഹിനോട് പറഞ്ഞാൽ അവിടെ അതിന് പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം നമുക്ക് കാണാൻ കഴിയും. അവിടെ അതിനെല്ലാമുള്ള ഉത്തരമുണ്ട്. അള്ളാഹ് കാണിച്ചൊരു ഒരു വഴി. അതാണ് ആ വഴി കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? നിർഭയത്വമുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം തൗഹീദിന്റെ വിഷയത്തിലാണ് ക്ലിയർ ആകുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മഹാനായ സഹാബി ചെറിയ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്തിരുന്ന് അദ്ദേഹം ഇങ്ങനെ പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പിറകിൽ കയറ്റി. ഹദീസിൽ കാണാം, കുൻതു ഖൽഫൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. ഫഖാല യാ ഉലാം. അദ്ദേഹം എന്നെ വിളിച്ചു, കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ, അത് പഠിച്ചാൽ, അത് ജീവിതത്തിൽ പകർത്തിയാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമുക്ക് പ്രശ്നത്തിന് പരിഹാരം കിട്ടുമ്പോഴാണല്ലോ നിർഭയത്തുള്ള ജീവിതം ഉണ്ടാകുക. അതിനാണല്ലോ ശിർക്കിക്ക് പോണത്, അതിനാണല്ലോ തോന്നിവാസങ്ങളിലേക്ക് പോണത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണല്ലോ ആളുകള് ശിർക്കിലേക്ക് പോണത്, ആളുകള് മയക്കുമരുന്നിലേക്ക് പോണത്. അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. പരിഹാരം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞത്? ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, ഇഹ്ഫളില്ലാഹ് തജിദുഹു തുജാഹക. 4 വാക്ക്. പക്ഷെ അത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. എന്താ പറയുക? ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സംരക്ഷിക്കണം. യഹ്ഫളുക, അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. അള്ളാഹിന്റെ സംരക്ഷണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അള്ളാഹിനെ നമ്മൾ സംരക്ഷിച്ചാൽ മതി. അള്ളാഹ്ക്ക് നമ്മളെ സംരക്ഷണം ആവശ്യമുണ്ടോ? കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട ഷെയ്ഖ് സ്വാലിഹ് ഉസൈമീൻ റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീന്റെ പരിഭാഷയിൽ അദ്ദേഹം പറയാണ്, വല്ലാഹി വല്ലാഹി സുബ്ഹാനഹു തആല ലൈസ ബിഹാജത്തിൻ ഇലാ അഹദിൻ അൻ യഹ്ഫള. നിങ്ങൾ ഒരാളുടെ സംരക്ഷണം അള്ളാഹ്ക്ക് ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വലാകിന്നൽ മുറാദ്. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹിഫ്ളുദ്ദീനി വശരീഅതി. അള്ളാഹിന്റെ ദീനും അവന്റെ ശരീഅത്തും നിങ്ങൾ ഹിഫ്ള് ചെയ്തോളി, സംരക്ഷിച്ചോളി. യഹ്ഫളുക, അള്ളാഹ് നിങ്ങളെ സംരക്ഷിക്കും. അള്ളാഹിന്റെ സംരക്ഷണം കിട്ടണോ? അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, നിന്റെ സാമ്പത്തിക മോഹത്തിന് വേണ്ടി, നിന്റെ ജീവിതാഭിലാഷങ്ങൾക്ക് വേണ്ടി, മനസ്സിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി, മനസ്സിന്റെ ഇച്ഛകൾക്ക് വേണ്ടി, സമൂഹത്തിൽ കിട്ടാനിരിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മതനിയമങ്ങളോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് നീ തീരുമാനിച്ചാൽ അതിനെ കാത്തു സൂക്ഷിക്കും,
അതിനെ ഹിഫ്ള് ചെയ്യും, അതിനെ സംരക്ഷിക്കും എന്ന് നീ തീരുമാനിച്ചാൽ യഹ്ഫളുക, അള്ളാഹ് നിന്റെ പ്രശ്നങ്ങൾ ഇടപെടും. നമ്മൾ പ്രശ്നങ്ങൾ എത്ര ഉണ്ട്, നമുക്ക് പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് കഴിയാത്ത എത്ര പ്രശ്നങ്ങളുണ്ട്. ശ്രമിക്കാഞ്ഞിട്ടല്ല, സമയം കൊടുക്കാഞ്ഞിട്ടല്ല, ശ്രമിച്ചിട്ട് കഴിയാത്ത പ്രശ്നങ്ങളില്ലേ നമുക്ക്? കുടുംബത്തിലില്ലേ, സമൂഹത്തിലില്ലേ, സാമ്പത്തിക രംഗത്തില്ലേ, ആരോഗ്യ രംഗത്തില്ലേ, മക്കളുമായിട്ടുള്ള ഇടപാടിലില്ലേ? ഉണ്ടല്ലോ. എന്തേ പരിഹരിക്കാത്തത്? യഹ്ഫളില്ലയിലൂടെ പേച്ചാണ്. ആ യഹ്ഫളില്ലയിലെ പിഴവ് പാറ്റിയാൽ യഹ്ഫളുക, അള്ളാഹ് നമ്മളെ സംരക്ഷിച്ചോളും. അപ്പൊ നമുക്ക് നിർഭയത്തുള്ള ജീവിതം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കി വെച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നിശ്ചയിച്ചു തന്ന ആ നിയമങ്ങളെ നമ്മൾ പാലിച്ചാൽ അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങളിൽ അല്ലാഹു ഇടപെടും. അടുത്ത വാചകം ഒന്നുകൂടി ക്ലിയറാ. ഇഹ്ഫളില്ലാ, നീ അല്ലാഹുവിനെ സംരക്ഷിച്ചാൽ, അതായത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ സംരക്ഷിച്ചാൽ തജിദുഹു തുജാഹക, പ്രതിസന്ധിയിൽ നിന്റെ മുമ്പിൽ നിനക്ക് അല്ലാഹനെ കാണാൻ കഴിയും. പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾ അല്ലാഹനെ കണ്ടില്ല, ഭയങ്കര ഇടങ്ങറായി ഇങ്ങനെ നിൽക്കുമ്പോഴേ അല്ലാഹനെ കണ്ടില്ല. റസൂൽ പറയാ, അല്ലാഹനെ കാണും, നിന്റെ മുമ്പിൽ അല്ലാഹ് വരും, കൈ പിടിച്ച് രക്ഷപ്പെടുത്തും. തജിദുഹു അമാമക എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ, നിന്റെ മുമ്പിൽ അല്ലാഹ് ഉണ്ടാകും. അല്ലാഹ് എന്തേ വരാഞ്ഞത്? നമ്മുടെ രോഗത്തിന്റെ, നമ്മുടെ പ്രയാസങ്ങളുടെ, നമ്മുടെ പ്രതിസന്ധികളുടെ വിഷമത്തിൽ വിഷമിച്ച് നിൽക്കുമ്പോ അല്ലാഹനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഇഹ്ഫളില്ല എന്ന വിഷയത്തിൽ നമുക്ക് എവിടെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നാണ്. അത് നമ്മൾ ക്ലിയർ ആക്കിയാൽ അവിടെ എന്ത് ചെയ്യും? നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാ, വമൻ യുതിഇല്ലാഹ വറസൂൽ വയഖ്ഷല്ലാ, ആരല്ലാഹുവിനെ അനുസരിക്കുന്നുവോ, അതുപോലെ തന്നെ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നുവോ, വയത്തഖിഹി, അവനോട് തഖ്വ കാണിച്ച് ജീവിക്കുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയിക്കുക. ആ വിജയം കിട്ടും. എപ്പോഴാ കിട്ടുക? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോ, തഖ്വയോട് കൂടി ജീവിക്കുമ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാ, ഇന്നല്ലാഹ ഫറള ഫറാഇൽ, ചില കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നു, ഫലാ തുളയ്യുഹ, ആ നിയമങ്ങളെ നിങ്ങൾ പിച്ചി ചീന്തരുത്. വഹറമ ഹുറുമാത്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കി, ഫലാ തൻതഹികുഹ, ആ ഹറാമുകളെ നിങ്ങൾ അത് ജീവിതത്തിലേക്ക് കണ്ടെടുക്കരുത്. അള്ളാഹു നിയമാക്കിയതിനെ വലിച്ചെറിയ, അള്ളാഹു ഹറാമാക്കിയതിനെ ജീവിതത്തിൽ കെടുക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്നാൽ തജിദുഹു തുജാഹക, പ്രതിസന്ധിയിൽ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. സഹോദരന്മാരെ, ഹിഫ്ള് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ സ്ഥലവും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടി. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ അള്ളാഹ് അങ്ങനെ പരിഹരിച്ചു കൊടുക്കുന്ന കുറെ രംഗങ്ങൾ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടോ, എന്ത് പ്രയാസമുണ്ടോ, ഒറ്റ ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ സൂറത്തുൻ നൂറിന്റെ 30-ാമത്തെ ആയത്തില്, കുല്ലിൽ മുഅ്മിനീന യഅ്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കണം. ഈ സ്വകാര്യത കാത്തു സൂക്ഷിക്കണതിൽ പിഴവ് പറ്റിയാലോ നമ്മുടെ ജീവിതത്തിൽ കുറെ പിഴവ് പറ്റും. അതിനെ തുടർന്നുണ്ടാകുന്ന കുറെ നഷ്ടം ഉണ്ടാവും. അപ്പൊ അള്ളാഹു നമ്മളെ സംരക്ഷണത്തിൽ നിന്ന് കൈയ്യൊഴിയും. അള്ളാഹു സംരക്ഷണത്തിൽ കൈയ്യൊഴിയും. അതാണ് അള്ളാഹു സുബ്ഹാനഹു, ചരിത്രത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും വലിയ വലിയ പ്രതിസന്ധി എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുന്നത് ഈ പ്രതിസന്ധി പ്രയാസമൊക്കെ വരുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ദീനി നിയമങ്ങളെ സംരക്ഷിച്ചവരെ മാത്രമാണ്. അതുകൊണ്ട് അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുക, അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന ആൾക്കാരായ. മറ്റൊരു രംഗം എന്താണെന്നറിയോ? ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് നമ്മളെ മക്കളെ വിഷയം. ഇന്ന് നമ്മളൊക്കെ നിർഭയത്വം കിട്ടാത്ത പേടിയുള്ള ഒരു വിഷയമാണ് മക്കളെ വിഷയം. ഇവിടെ കുറെ പരിഹാരം പറഞ്ഞു. QHLS അതിനുള്ള പരിഹാരമാണ്, CRE പരിഹാരമാണ്. നമ്മൾ എത്ര മക്കൾ അവിടെ എത്തുന്നുണ്ട്? കാത്തിബ് സെന്റർ എന്ന് പറഞ്ഞാൽ നല്ല തിരങ്ങാടി വരുമ്പം തന്നെ ഏറ്റവും റാഹത്ത് കിട്ടുന്ന കുറെ സംഗതി. ഒന്നുമില്ല, ഉമർ മൗലയുടെ ഓർമ്മകളുടെ തീരത്ത് വായിച്ചിട്ട് തിരങ്ങാടി വന്നാൽ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് നമുക്ക് നല്ല സെന്റർ ഉണ്ടായി, നമുക്ക് നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രവർത്തകരുണ്ടായി, എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായി. എന്നിട്ട് നമ്മളെ മക്കള് ഈ ദീനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഇവർക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റക്കാരാരാ? അതുകൊണ്ട് നമ്മളെ മക്കളെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. CREക്ക് മക്കളെത്തണം, ഇങ്ങനത്തെ ക്ലാസ്സിക്ക് മക്കളെത്തണം, QHLSക്ക് മക്കളെത്തണം. പഠിക്കുക എന്നുള്ള നിർബന്ധമാണ് സഹോദരന്മാര്, പഠിക്കുക എന്നുള്ള നിർബന്ധമാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ ഉസൂൽ സലാസ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം പറയാ, യജിബു അലൈനാ തഅല്ലുമു അർബഅ മസായില, 4 മസ്അലകൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? അൽ ഇൽമ് എന്നാണ്, അറിവുണ്ടാകണം.
അറിവുണ്ടാകണം. എന്തിനെ കുറിച്ച് അറിവുണ്ടാകേണ്ടത്? മരിച്ച് മയ്യത്ത് മണ്ണിലേക്ക് വെച്ചാൽ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. അപ്പൊ അറിയേണ്ട അറിവേതാ? ഒന്നാമത്തെ അറിവ് മഅരിഫത്തുള്ള, അള്ളാനെ അറിയണം. ഈ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോഴേ രണ്ട് വിഭാഗം ആൾക്കാർ ഉത്തരം പറയും. റബ്ബി അല്ലാ, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് രണ്ട് വിഭാഗം ആൾക്കാർ ഉത്തരം പറയും. ഒന്ന് മുനാഫിക്കാണ്, ഒന്ന് മുഅ്മിനാണ്. ഈ മുനാഫിക്കിനോട് ചോദിക്കും, അനക്ക് എങ്ങനെ മനസ്സിലായത് അള്ളാഹു ആണ് റബ്ബ് എന്ന് അനക്ക് എങ്ങനെ മനസ്സിലായത്? ആ മുനാഫിക്ക് പറയും യഖൂലുൻ നാസു കദാ വക്കദാ, ജനങ്ങൾ പറഞ്ഞത് കേട്ടു അപ്പോണ്ട് വിളിച്ചറിഞ്ഞാണ്. മുഅ്മിനോട് ചോദിക്കും, നിനക്ക് എങ്ങനെ മനസ്സിലായത്? ഖറഅതു കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് വായിച്ചു. അതിനാക്കി വെച്ചല്ലസ്, അല്ലാതെ സംഘടന വളർത്താനുള്ള സാധനം നല്ലത്. ഇത് സംഘടന വളർത്താനുള്ള സാധനം എന്നല്ല. ഈ പരലോകത്ത് ഖബറിൽ ഉത്തരം പറയണം. അതിനാ ക്യൂഎച്ച്എൽഎസ്, രണ്ട് ക്യൂഎച്ച്എൽഎസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും നല്ല പ്രഗത്ഭമുള്ള ഷബീബ് സലാഹിന്റെ ഷുറൈ സൽഫിന്റെ ഒക്കെ വയറ്റിലെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും. ഒരു ഡേറ്റ് വരുമെന്ന് ചോദിച്ചേ. ഇങ്ങനത്തെ രണ്ട് ആൾക്കാരെ കിട്ടിയിട്ട് നമ്മൾ എത്ര ആൾക്കാർ എത്തുന്നുണ്ടെന്ന് ആലോചിച്ചാൽ. ഖറഅതു കിതാബല്ലാ, അള്ളാന്റെ കിതാബ് പഠിച്ചു ഞങ്ങള്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഉത്തരം പറയാൻ കഴിഞ്ഞത്. നാളെ പരലോകത്ത് നിന്ന് ഖബറിന്ന് ഈ ആൾക്കാർ ഉത്തരം പറയുന്ന. രണ്ടാമത്തെ അറിവ് എന്താ? മഅരിഫത്തു ദീനുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയണം. മൂന്നാമത്തെ മഅരിഫത്തു ദീനുൽ ഇസ്ലാമിന്റെ അതില്ല, ദീനുൽ ഇസ്ലാമിനെ അറിയണം, അതിന്റെ അതില്ലെത്തുന്ന്. അങ്ങനെ ഈ അറിവുണ്ടാകണം. ആ അറിവിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം. അതാ രണ്ടാമത്തെ കാര്യം. ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള ദഅവത്ത് ഉണ്ടാകണം. ഈ അറിഞ്ഞ് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയത് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ കളിയാക്കും. വസ്തബിർ അലൈഹി, അതിൽ ക്ഷമ ഉണ്ടാകണം. ഈ 4 കാര്യങ്ങൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിർബന്ധമാണെന്നാ. ഇനി നമ്മളെ മക്കള് പഠിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, പക്ഷെ ദീൻ എത്ര പഠിക്കുന്നുണ്ട് ആലോചിക്കും. ഞാൻ ഈ അടുത്തൊരാളെ കണ്ടു, ഒരു സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ. അപ്പൊ അദ്ദേഹം ട്രെയിൻ യാത്രയിലാണ്. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? താടി കണ്ടിട്ട് എന്നെ പരിചയപ്പെട്ട മൂപ്പര് പറയാ, ഞാൻ നിങ്ങളെ പോലത്തെ താടിയുള്ള ഒരാളെ കണ്ട്, എന്റെ ഡോക്ടറാണ്, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ്, നിങ്ങൾ അതേ ലുക്കാണ്, എനിക്ക് നിങ്ങളെ പെട്ടെന്ന് നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പരിചയപ്പെടണേ. എന്നിട്ട് എന്നോട് പറഞ്ഞേ മൂപ്പര് ഭയങ്കര സംഭവം, മൂപ്പരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. ആലോചിച്ച് നോക്കി, നമ്മളെ മക്കൾ ആ ഒരു ലെവലിലെത്തിയാലോ? ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, IAS ഉദ്യോഗസ്ഥനാകണം. ദീനുള്ള എന്നുള്ള ഒരു വാല് മുമ്പ് ഉണ്ടാകണം. ദീനുള്ള എന്നുള്ള ഒരു മുമ്പിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. ദീനുള്ള ഡോക്ടർ, ദീനുള്ള എഞ്ചിനീയർ, ദീനുള്ള IAS ഉദ്യോഗസ്ഥൻ. അതിനെന്താ വഴി? അതിന് ചെറുപ്പത്തിലെ മതം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. അല്ലെ? നമ്മൾ ഇങ്ങനത്തെ സദസ്സിക്ക് വരുമ്പോ നമ്മൾ പറയേ യോൻക്ക് അതൊന്നും മനസ്സിലാവില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാതെക്കരുത്. നമുക്ക് ചരിത്രത്തില് നമ്മളെ മുൻഗാമികളിൽ നിന്ന് മാതൃക പഠിക്കാനുള്ള ആൾക്കാരാ. സഹാബത്ത് എങ്ങനെ ചെയ്തത്? 7 ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ. 7 ആൾക്കാർ. ഈ ഏറ്റവും കൂടുതൽ അതിന്റെ അടിസ്ഥാനം എന്താ അറിയോ? 1000ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്താൽ അവൻ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ പെടും. അങ്ങനെ 7 ആൾക്കാരുള്ളത്. 1-ാം സ്ഥാനം ആർക്കാരുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5374 ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് മാറ്റിയേക്കാം, അദ്ദേഹം 25-ാം വയസ്സിലെ മുസ്ലിമാണ്. 2-ാമത്തെ ആളാരേക്ക്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2630 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുമ്പോ എന്താണ് അദ്ദേഹത്തിന്റെ പ്രായം? 11 വയസ്സാണ്. അവിടുന്ന് അദ്ദേഹം ദീന് പഠിക്കുകയാണ്, അവിടുന്ന് അദ്ദേഹം ഹദീസ് പഠിക്കുകയാണ്, എന്നിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുകയാണ്. ആലോചിച്ചു നിങ്ങള്, അവിടുന്ന് മുതൽ അദ്ദേഹത്തെ ആ ദീനിന്റെ എല്ലാ രംഗത്തും കൂടെ കൂട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം പഠിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദീന് പഠിച്ചു. ഹിജറ പോകുന്ന സമയം 11-ാം വയസ്സിൽ മുസ്ലിം ആയെന്നല്ല കേട്ടോ. ഹിജറ പോകുന്ന സമയം അബ്ദുല്ലാഹിബ്നു ഉമർ അള്ളാന്റെ വയസ്സ് 11 വയസ്സാണ്. ഹിജറ പോകുമ്പോ അപ്പൊ അതിന്റെ മുന്നേ മുസ്ലിം ആയിരുന്നു. അന്ന് മുതൽ ദീന് പഠിക്കാൻ തുടങ്ങി. നമ്മൾ പറയും യോനക്കൊന്നും മനസ്സിലാവില്ല, കൊണ്ടുവരണ്ട അല്ലെ, ഓനെ ദീന് പഠിപ്പിക്കുന്നിടത്തേക്കൊന്നും നമ്മൾ എത്തിക്കൂല. പിന്നെയോ 3-ാം സ്ഥാനം ആർക്കാരുള്ളത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 2286 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുമായിട്ട് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഉമ്മ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, റസൂലെ നിങ്ങളെ കൂടെ നിൽക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, ദീന് പഠിക്കട്ടെ. 10 വയസ്സുള്ള കുട്ടീനെയാണ് റസൂലുള്ളാഹിന്റെ അടുക്കലാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ദീനായിട്ട് പഠിപ്പിക്കുക. 4-ാം സ്ഥാനമുള്ള ആർക്കാ? ആയിഷ റളിയല്ലാഹു അൻഹു 2210 ഹദീസുകൾ 9-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി. അന്ന് മുതൽ ദീന് പഠിച്ചു. ദീനിന്റെ 1/3 ഭാഗം അവർക്ക് അറിയാന്നാ പറഞ്ഞത്. 1/3 അറിയുന്ന ആൾക്കാരാണ്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറ ആലിമ്രാനും എന്റെ സാന്നിധ്യത്തിലല്ലാതെ അവതരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അറിയാം, എന്റെ ഭരണകാലത്ത് സംശയം തോന്നിയാൽ ഞാൻ ആയിഷനോട് ചോദിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അറിയാം, എന്റെ ഭരണകാലത്ത് സംശയം തോന്നിയാൽ ഞാൻ ആയിഷനോട് ചോദിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാം, ഞാൻ ആയിഷ റളിയല്ലാഹുവിന്റെ വാതിലിന്റെ അടുക്കൽ ഇങ്ങനെ പോയിരിക്കും. എന്തിനാ? ആയിഷ റളിയല്ലാഹുവിനോട് പെണ്ണുങ്ങൾ വന്ന് ഇങ്ങനെ സംശയം ചോദിക്കും. അപ്പൊ ആയിഷ റളിയല്ലാഹു ഹദീസ് പറഞ്ഞു കൊടുക്കും. അതിൽ എനിക്കറിയാത്ത വല്ല ഹദീസ് ഉണ്ടെങ്കിൽ കാണാതെ പഠിക്കാൻ. അപ്പൊ അവരോടൊക്കെ ഒരു നിലപാട് ആലോചിക്കുന്നത്.
ഇതിന്റെ അർത്ഥം ഭൗതികത പഠിപ്പിക്കേണ്ടെന്നല്ല. ഡോക്ടറും എഞ്ചിനീയറും IAS ഉദ്യോഗസ്ഥനും ഒക്കെ ഉണ്ടാകണം, പക്ഷെ അവർക്ക് ദീൻ ഉണ്ടാകണം. അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. 4ാം സ്ഥാനം ആർക്കാരങ്ങൾക്ക്? 4ാം സ്ഥാനം ആയിഷ റളിയല്ലാഹു അൻഹു. 5ാം സ്ഥാനം ഉള്ളത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. 1660 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 13 വയസ്സാണ്. അതിന്റെ 3 കൊല്ലം മുന്നേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ആ 3 കൊല്ലം കൊണ്ടാണ് 1660 ഹദീസ് അദ്ദേഹം കാണാതെ അടിച്ച്. കുട്ടിയാണ്. നമ്മളെന്താ പറയാ, ഒന്നും തിരിയില്ല, ഓനക്കൊന്നും മനസ്സിലാവില്ല. സിയാറിക്കനെങ്കിലും പോണം സഹോദരൻ. 7ാം ക്ലാസ്സിന് പഠനം നിർത്തി മദ്രസ നിർത്തി പോണ്ട ആൾക്കാരല്ല, 8ാം ക്ലാസ് നിർത്തേണ്ട ആൾക്കാരല്ല. സിയാർ ഉണ്ടാകണം. ദീന് പഠിക്കുന്ന സംവിധാനങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. 6ാം സ്ഥാനമുള്ളത് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. 1540 ഹദീസുകൾ. ബദർ യുദ്ധം നടക്കുമ്പോ വാപ്പാന്റെ കയ്യും പിടിച്ചൊരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു 15 വയസ്സുള്ള ആൾക്കാർ ഇങ്ങോട്ടിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല, 13 വയസ്സായിട്ടുള്ളൂ. 15 വയസ്സ് കഴിഞ്ഞില്ല. അവന് കരഞ്ഞിട്ട് യുദ്ധത്തിന് പങ്കെടുക്കാതെ തിരിച്ചുപോയി. ഇങ്ങനത്തെ മനുഷ്യന്മാര്. എന്നിട്ട് ഇവര് ദീന് പഠിക്കുക, പിന്നെ ഹദീസ് പഠിക്കാണ്. 7ാം സ്ഥാനത്തുള്ളത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധം നടക്കുമ്പോ ബാപ്പന്റെ കൂടെ വന്ന കുട്ടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ചെറിയ പ്രായമുള്ളൂ എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മളെ ബാധ്യതയാണത്. ചരിത്രത്തിൽ ബറക്കാന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, ബറക്കാന്ന്. അവരുടെ അടിമ സ്ത്രീ ആയിരുന്നു അവര്. അവരുടെ മകന്റെ പേര് നമുക്ക് ചരിത്രത്തിലാണ്. മകൻ ഭയങ്കര വിരൂപിയായിരുന്നു. ആ കുട്ടി ഭയങ്കര വിരൂപിയായിരുന്നു. നീഗ്രോയാണ്. അവന് ശാരീരികമായി കുറവുകളുണ്ട്. കാഴ്ച കുറവുള്ള കുട്ടിയാണ്. ഒരു കണ്ണ് കാഴ്ച ഉള്ളൂ, പതിഞ്ഞ മൂക്കാണുള്ളത്, കാലിന് മുടന്തുണ്ട്, അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട്. കുട്ടികളൊന്നും കളിക്കാൻ കൂട്ടില്ല. കൂടെ ചെന്നാൽ കുട്ടികൾ ആട്ടി ഒടിച്ചു പോയോട് എന്റെ പേരെ കളിച്ചാൽ ശരിയല്ല. എന്നിട്ട് കരഞ്ഞിട്ട് ഉമ്മന്റെ അടുത്തേക്ക് വന്നു. ഇമ്മ ആ കുട്ടിനോട് പറഞ്ഞു, മോനെ ദീന് പഠിച്ചോ, അള്ളാഹിനെ കുറിച്ച് പഠിച്ചോ, ഹദീസ് പഠിച്ചോ, രാജാക്കന്മാർ നിന്റെ മുമ്പിൽ വരി നിൽക്കും പറഞ്ഞു. അദ്ദേഹം ദീനാണ് പഠിച്ചു. 30 കൊല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടി ദീന് പഠിച്ചു അദ്ദേഹം. പിന്നീട് ചരിത്രത്തിൽ കാണാ ഇമാം ദഹബി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന്റെ സീറ അഅ്ലാമുൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ രാജാവായിരുന്ന സുലൈമാൻ ഇബ്നു അബ്ദുൽ മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്തു ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയപ്പോ കുറെ സംശയം ഉണ്ടായി. അപ്പൊ ഈ കുട്ടിനോട് പറഞ്ഞു, ഇജ്ജ് ഇങ്ങോട്ട് വരണം. അന്ന് ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം, രാജകൊട്ടാരത്തേക്ക് വരണമെങ്കിൽ കുറെ സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദീന് എന്ന് പറഞ്ഞാല്, ഇൽമ് എന്ന് പറഞ്ഞാല് നിങ്ങളെ തെരഞ്ഞ് പെരെ കണ്ടുവരില്ല, അത് ഉള്ളിടത്തേക്ക് നിങ്ങൾ തേടി ചെല്ലണം, നിങ്ങളെ വീട്ടിലേക്ക് വരാൻ എന്നെ കിട്ടൂല. രാജാവിനോടാ മറുപടി. രാജാവ് വന്നു നോക്കിയപ്പോ ആൾക്കാർ ഇങ്ങനെ വരിക്കുണ്ട് സംശയം ചോദിക്കാൻ. രാജാവ് ആ വരിയിൽ നിന്നു. ഉമ്മ പറഞ്ഞ എന്താ ചെറുപ്പത്തില്, ദീന് പഠിച്ചോ, അള്ള ഉയർത്തും. രാജാക്കന്മാർ വരി നിൽക്കുന്നതാണ്. ആ പ്രമുഖനായ പണ്ഡിതനാണ് അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. അല്ലെ ചോദിക്കണം, ഇതൊക്കെ കുട്ടികൾ പഠിച്ചു കൊടുത്ത് നിർത്താം. ഈ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തുന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞു തന്നത്. ദീന് കൊടുത്താലേ നമ്മളെ മക്കളെ പിടിച്ചാൽ കിട്ടുള്ളൂ. ഏത് പ്രതിസന്ധിയിലും നമുക്ക് രക്ഷപ്പെടണോ, നമ്മുടെ മക്കൾക്ക് ദീൻ ഉണ്ടാകണം. ഇന്ന് ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മക്കളുടെ വിഷയത്തിലാണ്. പിന്നെയോ, നമ്മൾ എല്ലാ കാര്യത്തിലും കുറച്ചൊരു ദീന് വേണം. കല്യാണത്തിന്റെ വിഷയത്തിൽ നമ്മളെ നിലപാടെന്താ? ആലോചിക്ക്. ഈ ദീനിന്റെ പകുതി പൂർത്തിയായി ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ദീനിന്റെ പകുതി പൂർത്തിയായി പറഞ്ഞേ. ആ പകുതി പൂർത്തിയാണ് കല്യാണത്തിന്റെ അവസ്ഥ എന്താ? ഞാന് ചങ്ങരംകുളത്ത് ഒരു ക്ലാസ്സിന് പോയി. അവിടെ ചെന്നപ്പോ അവിടുന്ന് ഭയങ്കര ഒരു പരാതി കിട്ടും. എന്താ വെച്ചാല് ആങ്ങളുടെ മോളെ കല്യാണത്തിനെ ഒരു പെണ്ണ് പങ്കെടുത്തില്ല. എന്താ പ്രശ്നം എന്നറിയോ? എന്താണ്, ആ പെൺകുട്ടിനെ കുറെ ദിവസമായല്ലോ, കല്യാണം തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അപ്പൊ അതിലൊക്കെ കുറെ പറ്റാത്തൊക്കെ ഉണ്ട്. ഈ പെണ്ണ് കുറെ എതിർത്ത് വെക്കി, പക്ഷെ അത് മെയിൻറ്റെയിൻ ഇല്ല. അപ്പൊ അത് പിന്നെ പോട്ടെ, ഏതായാലും കല്യാണത്തിന് വന്നിട്ട് ഞാൻ അലമ്പാക്കണ്ടായിരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന്റെ തലേന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് ഈ ചെക്കൻ ചെന്നു. അവിടെ ബുള്ളറ്റ് ലോളിയും കൂട്ടിയിട്ട് പോന്നു. നിക്കാഹ് കഴിഞ്ഞില്ല കേട്ടോ. രാത്രി ഈ വീട്ടിൽ വന്നു, ഇവരെവിടെ കുത്തിർന്ന് വർത്താനം പറഞ്ഞു, പാട്ടും കളിയും ഡാൻസും ഒക്കെ ഉണ്ടായി. അവസാനം രാത്രി 10 മണിക്കട്ടെ ഇത് പറയുമ്പോ പേടി, അത് നമുക്ക് നടത്തല്ലോ എന്ന് ആരെ ആലോചിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേടിയുണ്ട്. അവരെന്ത് ചെയ്തു, നെല്ലെടുത്തിട്ട് അരി കുത്തിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് തിളപ്പിരിച്ച പറഞ്ഞയച്ച് പുലർച്ചെ 3 മണിക്കോ 2 മണിക്കട്ടെ നിക്കാഹ് കഴിയാത്തൊരു പെണ്ണിനെയും കൂട്ടി വരിക. മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന തോന്നിവാസങ്ങൾ. ആ പെണ്ണ് പറയാ, അതിന്റെ ശരിക്കാണ് കല്യാണത്തിന് ഇരിക്കാൻ തോന്നിയില്ല, ഞാൻ അപ്പണ്ട് ഇറങ്ങി പോന്നാണ്. ആലോചിച്ചു നിങ്ങൾ, എവിടെ നമ്മളെ സമൂഹം എത്തിയിരിക്കുന്നത്? എവിടെ നമുക്ക് നിർഭയത്തെ ജീവിതം കിട്ടുക? അള്ളാന്റെ ദീനിലേക്ക് മടങ്ങിയാലേ കിട്ടുള്ളൂ. അള്ളാന്റെ മത നിയമങ്ങളെ സംരക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. റീൽസിനും വേണ്ടി തോന്നിവാസം ചെയ്യുക, ബർത്ത്ഡേ പാർട്ടികൾ, ആഘോഷങ്ങൾ, റീൽസിനും വേണ്ടി എല്ലാ തോന്നിവാസങ്ങളും.
ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ ഒരു ടൈം അല്ല നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രയാസം ഉണ്ടാവും ട്ടോ. ഉറപ്പാണ്. ദീനിന്ന് തെറിച്ചു എന്നിട്ട് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് എന്താ പോനൊക്കെ എന്ത് ഭയങ്കര തീവ്രതയാണല്ലോ ദീനിന്ന് തെറിച്ചു സഹോദരന്മാർ. അതുകൊണ്ട് ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് ഉറച്ചു നിൽക്കുക. അള്ളാന്റെ ദീനി നിയമങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മളെ മുമ്പിൽ വലിയ അവസരമുണ്ട്. കാത്തിബ് സെന്റർ ഏറ്റവും നല്ല സെന്ററായി മാറണം. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ അതിന് മാത്രമുള്ള കാലിബറുള്ള നേതാക്കന്മാർ നിങ്ങളെ കൂടെ ഉണ്ട്. അത് വലിയൊരു കിട്ടലേ. എന്തുണ്ടാക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ നേർപ്പദം ഞങ്ങൾ ഇതുവരെ ആലോചിച്ചില്ല. എങ്ങനെ അത് വായിക്കുക, അതിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെ കിട്ടി. നമുക്ക് നമ്മളെ ശാഖയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നേർപ്പദം എങ്ങനെ വായിക്കും, അതിനൊരു ക്വിസ് മത്സരം വെച്ചു, അത് വായിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുക. ഇങ്ങനെ എന്തെല്ലാം പദ്ധതികൾ. ഈ പദ്ധതികൾക്ക് നമ്മളെ കൂടെ ഒന്ന് നിന്നുകൊടുത്താൽ മതി. ഇതൊന്നും നമ്മളെ തലയെ കയറ്റി ഭയങ്കര സംഭവമാക്കി വിസ്ഡം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെയാണ് നമ്മളെല്ലാവരും അതിനായിട്ട് സജീവമായിട്ട് അങ്ങനൊന്നല്ല പറഞ്ഞ. അതിന്റെ അപ്പുറം ഇത് നമ്മളെ ദീന് ശരിയാക്കാനുള്ള ഒരു മാർഗമാണ്. അല്ലാതെ ഇതൊന്നും ഭയങ്കര ഇതായിട്ട് കൊണ്ടിടക്കല്ല. ഇതൊക്കെ നമ്മളെ ദീന് റെഡിയാക്കാനുള്ള. അപ്പൊ റെഡിയാകണം. അതിന് നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കണം. നമ്മളെ ജോലി തിരക്കുകൾക്കിടയിൽ, നമ്മളെ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിൽ, ദഅവാ രംഗത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. ഇനി ഒന്നുകൂടി ഉണ്ട്. അപ്പൊ സൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്കിനെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി തൗഹീദിൽ ഉറച്ചു നിന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ ഉന്നതിയിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും എത്തിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന്റെ മകനടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഹിറ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.